ഒരുപാട് അതുല്യ കലാകാരന്മാരെ സമ്മാനിച്ച നഗരമാണ് കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലെ ഒരുപാട് കലാകാരന്മാർക്ക് വേദി ഒരുക്കി കൊടുത്ത ഒരു അനുഗ്രഹീത കലാകാരനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. കോഴിക്കോടിൻ്റെ സ്വന്തം ശ്രീ വിനോദ് കോവൂരാണ് ഇന്ന് നമ്മളോടൊപ്പം ഓണവിശേഷങ്ങളുമായി ഈ എപ്പിസോഡിൽ ചേരുന്നത്. വിനോദേട്ടാ, നമസ്കാരം. ഒരുപാട് സന്തോഷം. നമസ്കാരം. ഓണാശംസകൾ. താങ്ക് യു. തിരിച്ചും. അപ്പോൾ വിനോദേട്ടൻ്റെ നമുക്ക് ഓണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വിനോദേട്ടൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഓണത്തിൻ്റെ ഒരു വിശേഷങ്ങൾ പങ്കുവെച്ചാവട്ടെ ഇന്നത്തെ നമ്മുടെ ഈ തുടക്കം. ഓണത്തിൻ്റെ സ്മൃതികളാണല്ലോ. ഇപ്പോൾ ഒരു ഓണപ്പാട്ടോടെ കണ്ട് തുടങ്ങി. അതെ, തീർച്ചയായും ഒരു ഓണപ്പാട്ടോട് കൂടി. ഈ ഓണപ്പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഓണപ്പാട്ടുകൾ പാടണമെങ്കിൽ നമ്മളൊരു 10-20 വർഷം പുറകോട്ട് പോകണം. അതെ, 20 അല്ല, അതിലും പുറകോട്ട് പോകണം. അന്നേ ഓണപ്പാട്ടുകളുള്ളൂ. അതെ, അതിന് ശേഷം ഇറങ്ങിയ ഓണപ്പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടില്ല, ഓർമ്മയിൽ നിൽക്കാത്ത പാട്ടുകൾ. അപ്പം ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് സംഗീതത്തോടൊക്കെ ഒരു ഇഷ്ടം തോന്നിയ ഒരു കാലം 10 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കാലം. നമ്മുടെ യൗവന കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ ത്രസിപ്പിച്ച പാട്ടുകൾ എന്ന് പറഞ്ഞാൽ യേശുദാസിൻ്റെ തരംഗിണിയുടെ കാസറ്റ് ഇറങ്ങാനാണ് ഓണമാകുമ്പോൾ കാത്തിരിക്കുന്നത്. ഒരു കാലത്തെ ഏറ്റവും വലിയ അല്ലേ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന പാട്ടുകളുടെ അത് ഓണത്തിനാണ് ആ കാസറ്റ് ഇറങ്ങുക. അത് ആ ഇറങ്ങുന്നതിൻ്റെ അന്ന് തന്നെ പോയിട്ട് വാങ്ങി അത് വീട്ടിലെ ടേപ്പ് റെക്കോർഡിലിട്ട് ആ പാട്ട് കേട്ട് അത് പഠിച്ച് അത് ഓണത്തിൻ്റെ പ്രോഗ്രാമിന് പാടി അങ്ങനെയൊക്കെയായിരുന്നു ആസ്വദിക്കുന്നവർ. അങ്ങനെ ഒരുപാട് മനസ്സിൽ സ്ഥാനം പിടിച്ചു. അന്നൊക്കെ ആ പാട്ട് ബൈഹാർട്ടാണ്. നമുക്ക് ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ പാട്ടുകളൊക്കെ നമുക്ക് ബൈഹാർട്ടാണ് ഇപ്പോഴും മനസ്സിലത് ഒരു. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം തോന്നിയൊരു പാട്ട്, യേശുദാസ് പാടിയൊരു പാട്ട്, ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് പൊന്നോണം, തേനും പാലും ചോറും പഴവും തന്നിടാം, ഓണപ്പാട്ടിൻ കുളിരും തന്നിടാം. ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് പൊന്നോണം, തേനും പാലും ചോറും പഴവും തന്നിടാം, ഓണപ്പാട്ടിൻ കുളിരും തന്നിടാം, കുമ്മിയടിയും വഞ്ചിപ്പാട്ടും കണ്ടുമയങ്ങിടാം, കണ്ടുമയങ്ങിടാം, വെള്ളില കാട്ടിൽ ചൂളമടിക്കും കുയിലേ, വെള്ളരം കാട്ടിൽ തുള്ളിക്കളിക്കും മാനേ, ഞങ്ങളുടെ ഗാനം കേൾക്കാൻ ഞങ്ങളോടൊപ്പം പാടാൻ ഓമനത്താമരത്തെന്നലിലേറി നിങ്ങളും പോരാമോ. ഇങ്ങനൊരു പാട്ട് അടുത്ത കാലത്തുണ്ടോ? എന്തൊരു മനോഹരമായിട്ടാണ് അത് ആലോചിച്ചത്. ശരിക്കും മറ്റുള്ള സംസ്ഥാനത്തുള്ള ആളുകൾക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ, ഞങ്ങളുടെ കേരളത്തിൽ വന്നാൽ നിങ്ങൾക്കും പൊന്നോണാണ്. അതെ, അത് നമ്മള് മലയാളികളുടെ മാത്രം ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ശരിക്കും ഓണം, അല്ലേ? സത്യം, നമ്മളാണ് അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. ശരിക്കും കുട്ടിക്കാലത്ത് ഓണനാളുകൾ വരാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. വിഷുവിനെക്കാട്ട് എല്ലാ വിശേഷങ്ങളും നമുക്ക് വിശേഷങ്ങളാണ്. പക്ഷെ ഓണം വരുമ്പം ഏറ്റവും വലിയ സന്തോഷം 10 ദിവസം ലീവാണ്. അതെ, സ്കൂളില്ല, പിന്നെ നല്ലൊരു വസ്ത്രം കിട്ടുക. വസ്ത്രം കിട്ടുക. പിന്നെ ഈ ഓണനാളില് പഠിക്കേണ്ട കാര്യമില്ല, പരീക്ഷ തീരും. അതെ, ഓണപ്പൂട്ട്. പിന്നെ പരീക്ഷന്റെ പേപ്പർ കിട്ടും എന്നുള്ളൊരു പേടി മാത്രമാണ്. ഓണം കഴിഞ്ഞിട്ട് അപ്പൊ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സിൽ ഈ 10 ദിവസം നമ്മൾ ആനന്ദമാണ്. അപ്പൊ കൂട്ടുകാരോടൊത്ത് പൂ പറിക്കാൻ പോകുന്നതും പൂ മോഷ്ടിക്കാൻ പോണതും പൂക്കളം ഒരുക്കണതും അടുത്ത വീട്ടിലെ പൂക്കളങ്ങളൊക്കെ പോയി നോക്കണതും ഏത് പൂക്കളാണ് ഏറ്റവും ഭംഗി എന്നുള്ളത് കാണുന്നതും ആ ഒരു കാലം ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതേപോലെ സങ്കടകരമായൊരു കാര്യം കൂടെ ഈ ഒരു ഓണക്കാലത്ത് ഞാൻ അപ്പം അമ്മയില്ലാത്തൊരു മൂന്നാമത്തെ ഓണമാണ് ഇത് കഴിഞ്ഞു പോകുന്നത്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് കുടുംബത്തോടൊപ്പം തന്നെയാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്, അല്ലേ? അമ്മയച്ഛനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓണം പോയില്ല. സത്യമാണ്. അപ്പം അമ്മ ഉണ്ടായിരുന്ന കാലം വരെ കുടുംബത്തിലോണം ഞങ്ങളെല്ലാവരും തറവാട്ടിലെത്തും. ഇപ്പോഴും തറവാട്ടിൽ വരും. അതെ, പക്ഷെ എന്നാലും അമ്മയ്ക്കാണ് ആദ്യം നമ്മളൊരു ഓണക്കോടി കൊടുക്കുക. അതെ, ഞാൻ അതാണ് അമ്മേൻ്റെ കാര്യം പറഞ്ഞത്. അമ്മക്കൊരു ഓണക്കോടി കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഓണക്കോടി കൊടുത്ത് തുടങ്ങുക. അപ്പൊ അമ്മ ഒരു വിഷുക്കായി ഒരു ഓണക്കായി നീട്ടം ഇങ്ങോട്ട് തരും. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും വലിയ. ഇനിയിപ്പോൾ അതൊന്നുമില്ല. ഇനിയിപ്പം ഇപ്പോഴത്തെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞാൻ എറണാകുളത്ത് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഫ്ലാറ്റിലേക്ക് ഓണം നമ്മൾ അത് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കോഴിക്കോടുള്ള നമ്മുടെ ഗ്രാമത്തിൽ നിന്നും കൊച്ചിയിലെ തിരക്കിലേക്ക് വരുമ്പോൾ അപ്പം നമുക്ക് കലാപരമായിട്ട് എന്തായാലും നമുക്ക് പറ്റിയ മണ്ണ് ഇപ്പോൾ കൊച്ചിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ വിനോദനും കൊച്ചിയിലേക്ക് മാറി. അപ്പോൾ ഈ കൊച്ചിയിലെ ഒരു ഓണം, അതായത് മറിമായം കുടുംബത്തോടൊപ്പം ഉള്ളൊരു ഇപ്പോൾ 14 വർഷത്തോളമായിട്ട് മറിമായം കുടുംബത്തിനൊപ്പം തന്നെയാണ്. അപ്പോൾ ആ ഒരു വിശേഷം, മറിമായം കുടുംബം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അത്ഭുതമാണ്. മറിമായം
കാരണം ഇങ്ങനൊരു ഈ പ്രോഗ്രാം തുടങ്ങുമ്പം ഇത് ഇത്രയും വർഷമൊക്കെ നീണ്ടുപോകും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇനിയും അതിന് സാധ്യതകൾ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ നാളെ പറഞ്ഞു നമ്മളൊക്കെ വയസ്സാവണവരെ നമുക്ക് മറുമായത്തിൽ അഭിനയിക്കണം കേട്ടോ എന്ന് ഞാനും മണികണ്ഠനും നിയാസൊക്കെ നല്ല ടീമാണ്. അതെ, കാരണം ഇത്രയും കാലം ആ പ്രോഗ്രാം നീണ്ടുപോകാൻ കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മാനസിക പൊരുത്തമാണ്, ഒരുമ. കാരണം ഇന്ന് അതില്ലാത്തതിൻ്റെ പേരിലാണ് പല സീരിയലുകളിലും പല പ്രോഗ്രാമിലും ആളുകൾ തെറ്റിപ്പിരിഞ്ഞ് അവിടെ മദ്യവും പെണ്ണും ഒക്കെ വിഷയമാണ്. ഇവിടെ അങ്ങനത്തെ ഒരു വിഷയമില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒറ്റ പെണ്ണുള്ളൂ, അത് മണ്ടോതിരിയാണ്. അതെ, സ്നേഹം. അതുകൊണ്ടോ ഇന്നിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് എനിക്ക് സ്നേഹം തന്ന ഷർട്ടാണ്. അതാണ് സ്നേഹം. അതെ, സ്നേഹയുടെ സ്നേഹം. ഈ സ്നേഹം ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഞങ്ങൾ ഈ മറുമായത്തിലെ എല്ലാ കുടുംബങ്ങൾ തമ്മിലും വലിയൊരു ഐക്യമുണ്ട്. അപ്പം എൻ്റെ ഭാര്യ ശരിക്കും വീട്ടിൽ തനിച്ചാണ്, എനിക്ക് കുട്ടികളില്ല. അപ്പം ഞാൻ വീട്ടിൽ, അപ്പോൾ അവള് ഇടയ്ക്കിടയ്ക്ക് അവള് മണികണ്ഠൻ്റെ ഭാര്യ ഇങ്ങോട്ട് വരുമോ നമുക്ക് കറങ്ങാൻ പോവാം. അപ്പം മണിച്ചേട്ടൻ്റെ ഭാര്യ വരും. അത്ര ഒരു ബന്ധം പോലെ. എന്നിട്ട് അവര് കംപ്ലീറ്റ് കറങ്ങി പുറത്ത് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം പിരിഞ്ഞ് അത്ര ഒരു ബന്ധമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരാളായി മാറി. ഓരോ അംഗവും അവരുടെ മണിയേട്ടൻ്റെ മക്കളും സലീമിൻ്റെ മക്കളും എല്ലാവരുടെ മക്കളും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരാണ്. കുട്ടികൾക്കൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ പ്രോഗ്രാം, ഇപ്പം ഗൾഫ് പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ ബന്ധം ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കുകയാണ്, ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ മറിമായാലും MIT മ്യൂസിക്കും ഒക്കെ മുന്നേ എനിക്ക് വിനോദം ഒരു 10-17 വർഷങ്ങൾക്ക് മുന്നേ അറിയാം. അത് ഒരുപാട് സ്റ്റേജ് ഷോകളിലൂടെ അത്രയും കഷ്ടപ്പെട്ട് വന്നൊരു കലാകാരനാണ്, അത്രയും കഷ്ടപ്പെട്ട്. അപ്പം നമുക്ക് ഈ കലയോടുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കൊച്ചിയിലേക്ക് വണ്ടി കയറിയത്. അപ്പോൾ ഞാനൊക്കെ നോക്കിക്കാണ്, ഞാൻ അന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചൊരു വിനോദമുണ്ട്. അത് അടുത്ത് നിന്നൊന്ന് കണ്ടിട്ട് സംസാരിച്ചതിന് അന്ന് എനിക്ക് സാധിച്ചില്ല. കാരണം നമ്മൾ വേദിക്ക് കുറേ പുറകിലിരുന്നിട്ട് വിനോദേട്ടൻ്റെ ഷോകൾ കണ്ട കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ടോം ആൻഡ് ജെറി ആ ടീം, അതുപോലെ പിന്നെ അത് കൂടാതെ ഈ ഇതൊക്കെ സിനിമയും നമുക്ക് സീരിയലൊക്കെ മാറ്റി വെക്കാം. വിനോദേട്ടൻ്റെ തട്ടകം എന്ന് പറഞ്ഞാൽ നാടകമായിരുന്നു. നാടകത്തെ ഏറ്റവും കൂടുതൽ കോഴിക്കോട് എന്ന് പറയുമ്പോൾ നാടകക്കാരുടെ നാടാണ് കോഴിക്കോട്. താജിന്റെ നാടാണ് അല്ലേ, ശാന്തേട്ടൻ്റെ നാട്, ശിവരാമേട്ടൻ, അങ്ങനെ വിജയക്കാരൻ ഒരുപാട് പേര് അല്ലേ. എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛന് തോപ്പിൽ ബാസിയായിട്ട് നല്ല ബന്ധമായിരുന്നു. അങ്ങനെ തോപ്പിൽ ബാസി ഇങ്ങനെ കോഴിക്കോടുള്ള പല നാടകക്കാരോടും എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ സ്കൂളിൽ ഇങ്ങനെ മോണാക്ടിനും മിമിക്രിക്കും പാട്ടിനൊക്കെ സമ്മാനം മേടിച്ച് നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അഭിനയത്തിൽ നല്ല താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി അച്ഛൻ എന്നെ പലരെയും കൊണ്ട് പരിചയപ്പെട്ടു. അങ്ങനെ എനിക്ക് കോഴിക്കോട് നിന്ന് പിറവിയെടുത്ത പ്രഗത്ഭരായ സംവിധായകർ സംവിധാനം ചെയ്ത 5 നാടകങ്ങൾ ബാലതാരമായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അതൊന്ന് ഏറ്റവും പ്രശസ്തമായ നാടകം പാട്ടബാക്കി. ഈ പാട്ടബാക്കിയിൽ എൻ്റെ അമ്മയെ അഭിനയിച്ചിട്ടുണ്ട്. അമ്മയും ഞാനും ഒരുമിച്ച് അഭിനയിച്ച നാടകമാണ്. അത് പുതിയൊരു അറിവാണ്. അമ്മ അഭിനയിക്കും. അപ്പോൾ അമ്മയുടെ ആ ജീൻ തന്നെയാണ് അമ്മ. പിന്നെ കരിനീളൻ എന്ന സിനിമയിലും അമ്മ അഭിനയിച്ചു, അതിലും ഞാനുണ്ട്. പിന്നെ പാടം 2 ഭാരതം, ശകുനി, ചന്ദ്രോത്സവം. ഇതിൽ ചന്ദ്രോത്സവം എന്ന നാടകത്തിനാണ് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സ്റ്റേറ്റ് ലെവല്, അതായത് കാമ്പശ്ശേരി നാടക മത്സരത്തിൽ ഏറ്റവും നല്ല ബാലതാരത്തിനുള്ള അവാർഡ്, ബാലനടനുള്ള അവാർഡ് അന്ന് ആ കാലത്ത്. അന്ന് മുതൽ എൻ്റെ ഇവിടെ നാടകമുണ്ട്. പിന്നെ സ്കൂൾ നാടകങ്ങൾ, കോളേജ് എത്തിയപ്പോൾ കോളേജ് നാടകങ്ങൾ, കോളേജ് വിട്ടപ്പോൾ അമേച്ചർ നാടകങ്ങൾ. അപ്പോഴാണ് നമ്മുടെ സതീഷ് കെ സതീഷും ഗിരീഷ് PC പാലവും പിന്നെ ശാന്തേട്ടനും TK സുരേഷ് ഏട്ടൻ, കൂളൂർ, ഇവരുടെ ഒക്കെ നാടകങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അതിൽ നമ്മുടെ കേരളോത്സവ നാടക മത്സരത്തിൽ 5 വർഷം തുടർച്ചയായിട്ട് മികച്ച നടനാവാനുള്ള ഭാഗ്യമുണ്ട്. പിന്നെന്ത് വേണം? അതാണ് നാടകത്തിൻ്റെ നമ്മുടെ ഏറ്റവും വലിയൊരു. പിന്നെ നാടകം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം നമുക്ക് വരുമാനമില്ല. നാടകം, ഓരോ നാടകവും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ്. ആളുകളുടെ നേരിട്ട് ഒരു നാടകം കഴിയുമ്പോൾ ആളുകൾ സ്റ്റേജിൻ്റെ പുറകിൽ വന്ന് എൻ്റെ വിനോദം എന്താടാ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. പക്ഷേ വരുമാനമില്ല, ജീവിക്കണ്ടേ. ജീവിതമാർഗ്ഗമാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ചിന്തിച്ചപ്പം അതിനെ മിമിക്രിയാണ് നല്ലതെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നാടകം മിമിക്രിയിലേക്ക് ചോടുവാൻ. അത് ആദ്യം ഞാൻ 1 man ഷോ ചെയ്തിരുന്നു. ഞാൻ അമ്പലപ്പറമ്പിലും ക്ലബ്ബുകളുടെ വാർഷികാഘോഷവേളയിൽ 1/2 മണിക്കൂർ എൻ്റെ ഒറ്റയ്ക്കുള്ള പെർഫോമൻസ്. അതിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഒരാളെ കൂടി കൂട്ടിപ്പിടിക്കുക. അപ്പം സ്കിറ്റുകളൊക്കെ ചെയ്യാം, കോമഡി സ്കിറ്റുകൾ. അങ്ങനെയാണ് ഞാൻ ഒരാളെ കൂട്ടിപ്പിടിച്ചിട്ട്, സുബൈറായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു പങ്കാളി കോഴിക്കോടുള്ള. സുബൈറും ഞാനും കൂടെ സ്കിറ്റുകൾ ചെയ്യാൻ തുടങ്ങി. ഇതിന് കാരണം കോഴിക്കോടുള്ള ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ എന്ന സംഘടനയാണ്. ഈ സംഘടനയിൽ ഞാൻ അംഗമായിരുന്നു. അപ്പോൾ ആ സംഘടനയിൽ നിന്നാണ് എനിക്ക് സുബൈറിനെ ആ സംഘടനയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ടോം ആൻഡ് ജെറി എന്ന പേര് കൊടുത്ത് ടോമും ജെറിയും തമ്മിലുള്ള
തമാശ അത് എനിക്കും ഓർമ്മ. അതാണ് ടോം ആൻഡ് പിന്നെ ജെറി. ഈ സുബൈർ മരിച്ചു പോയപ്പം പകരക്കാരനായിട്ട് ഞാൻ കബീറിനെ നമ്മളെ സി ടി കബീർ വന്നു. പിന്നെ ദേവൻ വന്നു, നിർമ്മൽ. അപ്പം എനിക്ക് തോന്നി ട്രൂപ്പ് ഒന്ന് വികസിപ്പിക്കണമെന്ന്. അങ്ങനെ നിർമ്മലും ദേവനും ഒക്കെ വന്നു കഴിഞ്ഞപ്പം ട്രൂപ്പ് ഒന്ന് വികസിച്ചു. പിന്നെ 2 മണിക്കൂർ ഷോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് വരുമാനം വരാൻ തുടങ്ങി. ഉത്സവപ്പറമ്പുകളിലൊക്കെ. അപ്പം മിമിക്രിക്ക് നല്ല മാർക്കറ്റാണ്, മിമിക്സ് പരേഡിന് നല്ല മാർക്കറ്റ്. അപ്പം മാക്സിമം സമയം അതിന് വേണ്ടി. അപ്പം നാടകത്തെ ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നു എന്നല്ല, സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഉപജീവന മാർഗവും നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ റിഹേഴ്സലിന് പോകണം. 10-15 ദിവസം റിഹേഴ്സൽ ഉണ്ടാവും, എന്നിട്ടാണ് അത് പെർഫോം ചെയ്യുന്നത്. പിന്നെ അത് രണ്ടാമതൊരു വേദി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പിന്നെ മിമിക്രിയിൽ നിന്ന്, മിമിക്സ് പരേഡിൽ നിന്നാണ് ചാനൽ വന്നോടെ ചാനലിലേക്കാണ് കയറുന്നത്. അത് ദൂരദർശനിലാണ് ആദ്യം ഞാൻ കയറുന്നത്. ഫസ്റ്റ് പ്രോഗ്രാം ദൂരദർശൻ്റെ വിനോദേട്ടൻ, എനിക്കതൊരു ഓർമ്മയിലുണ്ട്. 87-ലാണ് ദൂരദർശൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൂരദർശനിൽ ഒരു പാട്ട് പാടിക്കൊണ്ടാണ് എൻ്റെ തുടക്കം. ഞാനത് കണ്ടിട്ടില്ല, ഞാനൊരു ന്യൂസിൽ വെച്ചത്. ദൂരദർശനിൽ ഫസ്റ്റ് ദൂരദർശൻ സ്റ്റാർട്ടായ സമയത്ത്. പിന്നെ ദൂരദർശനിൽ ആദ്യം വന്ന സീരിയലാണ് കുഞ്ഞാടുകൾ. നമ്മുടെ മാമുക്കോയുടെ മോനായിട്ട് അതിനകത്താണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഏഷ്യാനെറ്റ് വരുന്നു, കൈരളി വരുന്നു, സൂര്യ വരുന്നു, ഒരുപാട് ഈ ചാനലുകളെല്ലാം പോയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു. സൂര്യ ടി വിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്തത്. സൂര്യ ടി വിയിൽ പിന്നെ കളിക്കളം എന്ന പരിപാടിയുടെ ആങ്കറായിരുന്നു ഞാൻ. പിന്നെ കായംകുളം കൊച്ചുണ്ണി, വിസ്മയതാരം എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ, അങ്ങനെ കുറേ പരിപാടികൾ. അതായത് വിനോദ് കോവൂർ എന്നൊരു ബ്രാൻഡ് അങ്ങനെയാണ് ഉടലെടുക്കുന്നത്. പിന്നെ കോമഡി ടൈംസ് നമ്മളെ കുട്ടികൾ ജയന്ദ്രൻ ചെയ്ത, അതിലൊക്കെ എനിക്ക് ഭയങ്കര രസികരാജ ഞാനത് കണ്ടിട്ടുണ്ട്. ഒരു സൂര്യ ടിവിയിലെ രസികരാജ ഞാനും ദേവനും കൂടി ഒരുപാട് സ്കിറ്റുകൾ. പിന്നെ അമൃത ടി വി നിന്നാണ് എനിക്ക് ശരിക്കും ഭയങ്കര ബ്രേക്ക് കിട്ടിയത്. സൂപ്പർ ടാലന്റ്, സൂപ്പർ ഡ്യൂബ് 2, ആ 2 ഷോ കൂടി വന്നോടെ കോഴിക്കോട്ടുകാരനല്ല, കേരളത്തിൽ നമുക്ക് ഇഷ്ടക്കാരുണ്ടെന്നുള്ളൊരു അറിഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ ദേവനും ഞാനും നിർമ്മലും അടങ്ങുന്ന ടീം അത്രയും കാലം നമ്മൾ മലബാറിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ടീമായിരുന്നു. ഞങ്ങൾ തൃശ്ശൂരിലേക്ക് എത്തി, എറണാകുളത്തെത്തി പ്രോഗ്രാം ചെയ്തു. ജില്ലകൾ മാറി ഷോകൾ. അപ്പോൾ അവിടുത്തെ ആളുകൾക്കൊക്കെ നമ്മുടെ കോമഡി ഇഷ്ടമാണ്. പിന്നെ ഗൾഫിലേക്ക് ആദ്യത്തെ ഒരു അവസരം എനിക്കും ദേവനും നിർമ്മലിനും വന്നതോടെ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഷംസു വെള്ളിവരമ്പാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോകണത്. അത് എനിക്ക് തോന്നുന്നു ഒരു 96-97 കാലഘട്ടങ്ങളായിരിക്കും. ഞാൻ ഇതിപ്പോൾ ഗൾഫിലേക്ക് പോകുന്നൊരു കാര്യം പറഞ്ഞപ്പോൾ വിനോദേട്ടൻ പണ്ട് പറഞ്ഞൊരു ഇത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 2 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഒന്ന്, എനിക്ക് നല്ലൊരു സിനിമയിൽ അഭിനയിക്കാൻ, മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിക്കാനും. മറ്റൊന്ന് ഫ്ലൈറ്റിൽ കയറാനുമാണ് എന്നുള്ളൊരു സാധനം. അപ്പോൾ ഗൾഫിലേക്കുള്ള ആ ഫ്ലൈറ്റ് യാത്ര, ഭയങ്കര ആദ്യത്തെ യാത്ര പ്രാർത്ഥിച്ച്, ഞാൻ ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ട് ഞാനൊരു ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടാവില്ല. നമ്മളൊരു സ്വപ്നം പൂവണിയാണല്ലോ. ആ സ്വപ്നം പൂവണിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതുപോലെ മമ്മൂക്കയുടെ കൂടെ ആദ്യത്തെ ആ പരുന്ത് എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം, അതെനിക്ക് TRS ആക്കാണ് എനിക്ക് ആ അവസരം തരുന്നത്. കോഴിക്കോടുകാരൻ മമ്മൂക്ക ഞാനും മാത്രമുള്ളൊരു സീന് ഞാൻ അഭിനയിച്ച് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയപ്പം മമ്മൂക്ക എന്നെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് റസാക്കിനോട് പറഞ്ഞു, ഇപ്പം എടുക്കണാട്ടോ എന്ന് പറഞ്ഞു. എന്താ വേണ്ടത്? അന്ന് അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും, എനിക്ക് അവിടെ നിന്ന് പിന്നെ ഓടി വീട്ടിലെത്താനും അച്ഛനും അമ്മയോടും ഒക്കെ ഇത് പറയാനുള്ള ഒരു ആഗ്രഹമാണ്. ആ സമയത്താണ് എൻ്റെ കൺട്രോളർ വിളിച്ച് എൻ്റെ കയ്യിലൊരു പൊതി തന്നു. ഞാൻ വീട്ടിൽ പോയി തുറന്ന് നോക്കിയാൽ 5000 രൂപ. ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ട് 5000 രൂപയൊക്കെ കിട്ടുകയാണ്. ആദ്യമായിട്ട് കിട്ടണതാണ്. അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റും. ഞാൻ ആ 5000 രൂപയ്ക്ക് അമ്മയ്ക്കൊരു സാരി, അച്ഛനൊരു മുണ്ട്, എല്ലാവർക്കും വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് എൻ്റെ സന്തോഷം. ആ സിനിമയിൽ ആദ്യത്തെ വലിയൊരു എമൗണ്ട് വന്നതാണ്. അപ്പം മമ്മൂക്കാൻ്റെ നമ്പർ അതേപോലെ പടച്ചോൻ എന്നാണ് സേവ് ആക്കിയിട്ടെന്ന് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നതാണ്. വർഷം എന്ന സിനിമയിലായിരുന്നു. ആ ഒരു വർഷത്തിൽ എനിക്ക് മമ്മൂക്ക വിളിച്ചാണ് എനിക്ക് ആ ക്യാരക്ടർ തരുന്നത്. മമ്മൂക്കയുടെ വിചാരം ഞാൻ വെറും കൊമേഡിയൻ ആണെന്ന്. എൻ്റെ ഒരു ഷോർട്ട് ഫിലിം അതേ കാരണത്താൽ എന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് നാഷണൽ അവാർഡ് കിട്ടിയത്. അത് കണ്ടിട്ടാണ് മമ്മൂക്ക എന്നിലൊരു സീരിയസ് നടനുണ്ടെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് വർഷത്തിലേക്ക് എനിക്ക് അവസരം തരുന്നത്. അപ്പോൾ വർഷത്തിലെ 5 സീനുണ്ട് മമ്മൂക്കയുടെ കൂടെ. ആ 5 സീനും ഓരോ സീൻ അഭിനയിച്ച് കഴിയുമ്പോഴും മമ്മൂക്ക എന്നെ കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട്. അത് ശരിക്കും എനിക്കത് ഫ്രെയിം ചെയ്ത് വെക്കാൻ തോന്നിയില്ല. പക്ഷെ വാക്കുകളല്ലേ ഒരു കലാകാരന് കിട്ടുന്ന ഏറ്റവും വലിയ. ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് ആ സമയത്തൊക്കെ ഞാൻ മമ്മൂക്കയോട് ഇങ്ങനെ കൈകൊപ്പി നിൽക്കുകയാണ് ചെയ്യുക. അന്നാണ് ശരിക്കും ആ സിനിമയിൽ ഞാൻ മമ്മൂക്കയോട് പറയുന്നൊരു ഡയലോഗാണ്, നിങ്ങൾ എൻ്റെ പടച്ചോനാണെന്ന് പറയുന്നത്. ആ സിനിമയിൽ അഭിനയിക്കാൻ പോയ അന്നാണ് മമ്മൂക്ക എനിക്ക് നമ്പർ തരുന്നത്. ആ നമ്പർ മമ്മൂക്കയുടെ അത്രയും ആത്മബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്പർ കൊടുക്കുള്ളൂ. തീർച്ചയായും. കാരണം എല്ലാവർക്കും ഒന്നും പുള്ളി അങ്ങനെ. അപ്പോൾ ആ നമ്പർ ഞാൻ എൻ്റെ മൊബൈലിൽ പടച്ചോൻ എന്ന പേരിലാണ്
അതല്ല, ചുരുങ്ങിയ കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. നമ്മളൊരു മഹാപ്രതിഭ, നമ്മളൊരു പിന്നെ അതുമല്ല, ഇപ്പം മമ്മൂക്കയുടെ കൂടെ ഞാൻ 4 സിനിമയിൽ കൊച്ചു കൊച്ചു വേഷം ചെയ്തു എന്നല്ലാതെ വല്ലാത്തൊരു ആത്മബന്ധം മമ്മൂക്കയുമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. കൂടാതെ മറിമായത്തിന്റെ സ്ഥിരം പ്രേക്ഷകൻ. പിന്നെ അതുപോലെ എൻ്റെ ഷോർട്ട് ഫിലിമുകളും എൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം പാലവും പാലവും എന്നുള്ള പാട്ടില് പാലവും നല്ല നടപ്പാലം, ഈ പാട്ട് ജിതേഷ് ഏട്ടൻ മരിച്ചതിന് ശേഷം, ജിതേഷ് ഏട്ടൻ ഞാനും തമ്മിൽ വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു. ജിതേഷ് ഏട്ടൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി ഒരു പാട്ട് തയ്യാറാക്കിയിരുന്നു. വിനോദേട്ടൻ പാടണം എന്ന് പറഞ്ഞു. പക്ഷെ ആ പാട്ട് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. മൂപ്പരുടെ മനസ്സിലേ ആ പാട്ടുള്ളൂ. അപ്പോഴേക്കും മൂപ്പര് മരിച്ചുപോയി. അപ്പോൾ മൂപ്പരുടെ മരണശേഷം ഈ പാലവും പാലവും എന്നുള്ള പാട്ട് എനിക്കൊന്ന് പാടണം തോന്നി. ഞാനതൊരു സ്റ്റുഡിയോ പോയിട്ട് പാടി. മറിമായത്തിൻ്റെ സെറ്റിൽ ഒരു മാവിൻ്റെ ചോട്ടിലിരുന്നിട്ട് സ്നേഹയെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചു. ഞാൻ ഈ പാട്ട് പാടുന്നത് ഞാനത് ഫേസ്ബുക്കിലിട്ട് വെറുതെ. ഫേസ്ബുക്കിലിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞില്ല, മമ്മൂക്കയാണ് എന്നെ വിളിക്കുന്നത്. ഇത് കണ്ടിട്ട് സ്പോട്ടിൽ എന്നെ വിളിച്ചിട്ട്, വിനോദേ നീ ഇപ്പോൾ ഫേസ്ബുക്കിലിട്ട പാട്ട് ഞാൻ കേട്ടു, നീ എന്താണ് അങ്ങനെയാണോ ആ പാട്ട് പാടേണ്ടത്? അല്ല, പാട്ട് പാടേണ്ടത് എങ്ങനെയാണ്, പക്ഷെ ചിത്രീകരിക്കേണ്ടത് അങ്ങനെയല്ല. ആ പാട്ടിൽ വലിയൊരു കഥയില്ലേ വിനോദേ? ആ പാട്ടിലൊരു അമ്മയില്ലേ, ഒരു കൊച്ചില്ലേ, ഒരു സങ്കടമില്ലേ അതിനകത്ത്, ഒരു പാലമില്ലേ അതിനകത്ത്? നിനക്ക് എന്തുകൊണ്ട് അതൊന്ന് ചിത്രീകരിക്കാൻ തോന്നിയില്ല? നീ എന്തിനാ ഒരു മരച്ചോട്ടിൽ വെച്ച് ആ പാട്ട് പാടിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ, ഞാനിതൊക്കെ ആഗ്രഹിച്ചാണ്, പക്ഷേ ഇതിന് പണം മുടക്കാൻ ആരും ഉണ്ടാവില്ല, എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മുടക്കേണ്ടി വരും, എൻ്റെ കയ്യിൽ അതിനകത്തിന് കാശില്ല എന്നുള്ള രീതിയിലാണ് മമ്മൂക്ക. അതുകൊണ്ടാണ് അതൊന്നും പറ്റില്ല, നീ അത് ചിത്രീകരിച്ചേ പറ്റുമെന്ന് പറഞ്ഞു. നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് അല്പം, ഞാൻ ആ ഫോണ് കട്ട് ചെയ്തു. ഉടനെ ഞാൻ ഒരു ക്യാമറമാനെ വിളിക്കണം, എടാ ഇങ്ങനൊരു പാട്ട് ചിത്രീകരിക്കണം, നീ എന്നോട് സഹകരിക്കണം, ഞാനാണ് പൈസ മുടക്കുന്നത്, ചെറിയ രീതിയിൽ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒരു പാലം കണ്ടുപിടിക്കണം, ആ പാലത്തിന് മേലെ നമുക്ക് ഷൂട്ട്, പിന്നെ എനിക്ക് ഭാര്യ വേണം, കബനിയെ വിളിച്ചിട്ട് ഞാൻ, കബനി നീ എൻ്റെ ഭാര്യ ആണെന്ന് പറഞ്ഞു. ഒരു മോളെ കിട്ടി, മോളെ നീ എൻ്റെ മോളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മോള് നന്നായിട്ട് പാടുന്ന മോളാണ്. അപ്പോൾ മോളും ഞാനും കൂടിയ പാട്ട് പാടി. ബുദ്ധിമുട്ടില്ല. അഷ്റഫ് പാലാഴി, കബീറും വന്നിട്ട് ഞങ്ങളൊരു പാലത്തിനടുത്ത് പോയിട്ട് 5 പേര് ചേർന്നിട്ട് ഈ സാധനമായിട്ട് ചിത്രീകരിച്ചു. പിറ്റേ ദിവസം ഞാൻ മമ്മൂക്കൊക്കെ ഇട്ടു അയച്ചു കൊടുത്തു. മമ്മൂക്ക പറഞ്ഞു ഞാനിത് എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്യാം, കാണട്ടെ ആളുകളെന്ന് പറഞ്ഞു. ഇതൊരു ഭാഗ്യമല്ലേ, ഇതിൽ വരെ വരുന്ന ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്ന നമ്മളുടെ കൊച്ചു കലാകാരന്മാരല്ലേ, നമ്മളെ മൈന്യൂട്ടായിട്ട് നമ്മളെ ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അത് മാത്രമല്ല, അവർക്കുള്ള അവസരവും ഒരുക്കി കൊടുക്കുക. പിന്നെ അതിനുശേഷം നടന്ന ഞാൻ ആദ്യമായിട്ട് രജനിയും സംവിധാനം നിർവഹിച്ച ആകസ്മികമായ ഷോർട്ട് ഫിലിം, 12 അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിമാണ്. ഈ ഷോർട്ട് ഫിലിം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും എന്നോട് പലരും പറഞ്ഞു, വിനോട്ടാ നിങ്ങളിത് മമ്മൂക്കൊക്കെ ഒന്ന് കാണിച്ചിരിക്കും, മമ്മൂക്കൻ്റെ പേജിലൂടെ റിലീസാവുകയാണെങ്കിലേ നല്ല വ്യൂവേഴ്സിന് കിട്ടും, റീച്ച് ആവുമല്ലോ. അങ്ങനെ ഞാൻ മമ്മൂക്കയോട് കാര്യം പറഞ്ഞു, മമ്മൂക്ക ഞാനിങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്ത് നിങ്ങളൊന്ന് കാണണം, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അന്ന് ഞാൻ കോഴിക്കോടാ, ഞാനിവിടെ വന്നു. ലാൽ മീഡിയയിലുണ്ട് മമ്മൂക്കൊരു തെലുങ്ക് പടം ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ മുമ്പ് ഡബിങ്ങൊക്കെ നിർത്തി. വിനോദിൻ്റെ സിനിമ കാണാണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. 10 മിനിറ്റല്ലേ വിനോദമുള്ളൂ, 10 മിനിറ്റ് സിനിമ കണ്ടു. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് മമ്മൂക്ക ഒരു 15 മിനിറ്റ് ആ സിനിമയെക്കുറിച്ച് എന്നോട് സംസാരിക്കുകയാണ്. അത്രയും സമയം നമുക്ക് മാറ്റി 15 മിനിറ്റും അല്ല, അതിന് ശേഷവും ഒരു 35 മിനിറ്റോളം നമുക്ക് വേണ്ടി മാറ്റി വെക്കുക. ആ സിനിമയെക്കുറിച്ച്, സിനിമയിൽ എൻ്റെ അഭിനയത്തെക്കുറിച്ച്, എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച, എൻ്റെ മോളായിട്ട് അഭിനയിച്ച ആൾ, സിനിമയുടെ RRനെ കുറിച്ച്, ക്യാമറയെക്കുറിച്ച്, മോശമായിട്ട് നമുക്ക് പറഞ്ഞത് എൻ്റെ മേക്കപ്പിനെ കുറിച്ച് മാത്രമാണ്. എനിക്കൊരു അതിനകത്തൊരു കുറ്റി താടി വെച്ചിരുന്നു, അതൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നി, അതിനാവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത്രയും മൈന്യൂട്ടായിട്ട് നമുക്ക് വേണ്ടി സമയം ചെലവ്, അത് സ്നേഹം കൊണ്ടല്ലേ അത്രയും. എന്നിട്ട് അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഇത് എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ റിലീസ് ചെയ്തോളാം. എന്നിട്ട് അന്ന് എന്നോട് പറയുകയും ചെയ്തു വേറൊരു കാര്യം, നീ ഈ സിനിമ സ്കൂളുകളിൽ പോയി കാണിക്കണം, കോളേജുകളിൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് പ്രദർശിപ്പിക്കണം. പെൺകുട്ടികൾ കൂട്ടമായിട്ടിരുന്ന് സിനിമ കാണട്ടെ, അവർക്കൊരു വലിയൊരു മെസ്സേജ് ഉണ്ട്. കാരണം പ്രായപൂർത്തിയാകുമ്പം അത്രയും കാലം പോറ്റി വളർത്തിയ അച്ഛനെയും അമ്മയും മറന്നിട്ട് ഒരുത്തൻ്റെ കൂടെ പോകാനുള്ള ഒരു മനസ്സ് ഒരു പെൺകുട്ടിക്ക് തോന്നരുത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും അത് പഠിക്കും. അങ്ങനെ ഞാനത് അക്ഷരാർത്ഥത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. 38 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഞാൻ ഈ സിനിമ പ്രദർശിപ്പിച്ചു. ഭയങ്കര അത്ഭുതമായിരുന്നു അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. കാരണം എന്താ, അങ്ങനെ ഒരു പരിപാടി നമ്മൾ ഡയറക്റ്റ് ചെയ്തൊരു സാധനം, അത് അത്രയും മഹാനടൻ അത് കാണുക, എന്നിട്ട് അതിനെ പുറത്ത് കാണിക്കണം നമ്മളോട് പറയാ അല്ലേ. ഞാൻ എന്നിട്ട് അത് ഈ വിവരങ്ങളൊക്കെ ഞാൻ മമ്മൂക്കൊക്കെ ഇങ്ങനെ മെസ്സേജായിട്ട് വിടും, ഇത്രയും സ്കൂളുകൾ പ്രദർശിപ്പിച്ചു. അതിനിടയ്ക്ക് സിനിമയ്ക്ക് ആദ്യത്തെ ഒരു അവാർഡ് വന്നു എനിക്ക്, ബെസ്റ്റ് ആക്ടർ അവാർഡ്, ബാനക്ക നായരുടെ പേരുള്ള ഒരു അവാർഡ്, ഒരു ഫെസ്റ്റിവലിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ആ സിനിമയ്ക്ക് എനിക്കൊരു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടോ. സന്തോഷം,
ഇനിയും വരാനുണ്ട് വിനോദം, ഒരു 10 കൂടി വരാനുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് മൂപ്പര് എങ്ങനെ പറഞ്ഞാന്ന് എനിക്കറിയില്ല. പറഞ്ഞ പോലെ 11 അവാർഡ് വീണ്ടും വന്നു ആ സിനിമയ്ക്ക്, വീണ്ടും ബെസ്റ്റ് ആക്ടർ അവാർഡ്. ഒന്ന് ആലോചിച്ച് നോക്കും, ഭയങ്കര ഒരു ജീവിതത്തിൽ ചില നമ്മൾ ചിന്തിക്കാതെ കടന്നു വരുന്ന ചില നിമിഷങ്ങൾ അല്ലേ. എനിക്ക് മമ്മൂക്കയും മോഹൻലാലും ലാലേട്ടനും എന്നെ ഞെട്ടിച്ച 2 കാര്യങ്ങൾ ഇതാ. ലാലേട്ടൻ ഇതുപോലെ ഞാൻ രാജകുമാരി എന്നൊരു മ്യൂസിക്കൽ ആൽബം ചെയ്തിരുന്നു. നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി. എൻ്റെ സുഹൃത്ത് സേതു തൃക്കോവിലാണ് എൻ്റെ രചന ചെയ്തത്. പിന്നെ കബീറാണ് എൻ്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ ആദ്യം വിളിക്കുന്നത് ലാലേട്ടനാണ്. ലാലേട്ടൻ വിളിച്ചിട്ട് വിനോദിൻ്റെ രാജകുമാരി കണ്ടു, ഗംഭീരമായിരിക്കണം വിനോദേ, അയ്യോ ഒരു രക്ഷയില്ല, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു ഇത് തോന്നലുണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൻ്റെ 2 മഹാനടന്മാർ. അതന്നെ എൻ്റെ ഏറ്റവും ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞ നിമിഷം. വേറെ അവാർഡൊന്നും വേണ്ട നമുക്ക് അല്ലേ, നമ്മൾ ആരാധിക്കും. അവരുടെ 2 പേരുടെയും മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടല്ലോ. കാരണം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ട, എനിക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുട്ടികൾ ഈ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്കൊക്കെ പാസ്സായി കഴിഞ്ഞാൽ കണക്കായിരുന്നു നമുക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ പത്രത്തിലും ചിത്രഭൂമിയിലും നാനയിലൊക്കെ വരുന്ന ഫോട്ടോസ് മമ്മൂട്ടിയുടെ ചിത്രം ഇങ്ങനെ ബ്ലേഡ് കൊണ്ടാ വെട്ടിയെടുത്തിട്ട് പറ്റില്ലേ ചോറെടുത്തിട്ട് അത് ഈ ഏത് പുസ്തകത്തിൽ ഒട്ടിക്കാന്നറിയോ? കണക്കിന്റെ നോട്ട് പുസ്തകത്തിൽ നീ കാണണ്ട, ഒരു കണക്ക് എനിക്ക് ഇനി കാണണ്ട പറഞ്ഞിട്ട് എല്ലാം നിറച്ചു വെക്കും. എന്നിട്ട് ഇത് എടുത്തിട്ട് ഇങ്ങനെ ഡെയിലി മറിച്ചു വെക്കുക. എന്നിട്ട് ഞാൻ എഴുതി വെക്കും എൻ്റെ മമ്മൂക്ക, എൻ്റെ മമ്മൂക്ക. ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന പോലുള്ള ഈ കാണാമറയത്തിലെ മമ്മൂക്ക അങ്ങനെ എഴുതി വെക്കായിരുന്നു ഞാൻ. അത്ര ആരാധന. ശരിക്കും ഒരു എന്താ പറയുക, ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നമുക്കുള്ള ഇഷ്ടമാണ് നമ്മളെ കാണിക്കുന്നത്. അതിപ്പോ ഞാൻ വിനോദോട് പറഞ്ഞില്ലേ, ഞാൻ വിനോദിനെ സുരഭി ചേച്ചിനെയൊക്കെ അടുത്തുനിന്ന് കാണാൻ വേണ്ടി ഒരുപാട് കൊതിച്ചൊരു സമയമുണ്ട് എനിക്ക്. അപ്പൊ കലാകാരന്മാരോടുള്ള സ്നേഹം കൊണ്ട് അപ്പൊ ഇപ്പൊ സുരഭി ചേച്ചിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് വിനോദേട്ടൻ, അതുപോലെയാണ്. അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ അടുത്തടുത്ത് അറിഞ്ഞു വരികയാണ്. അപ്പോൾ അത് എനിക്ക് മനസ്സിലാവും അന്ന് അത്ര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. കാരണം അത് മമ്മൂക്കാനോട് നിങ്ങൾക്കുള്ള ബഹുമാനത്തിലും സ്നേഹത്തിലും അത് ഉണ്ട്. പിന്നെ ഇതിൽ നിന്നൊക്കെ മാറിയാല് പിന്നെ വിനോദേട്ടനെ ഇപ്പൊ പലർക്കും നടൻ എന്ന രീതിയിലും സംഗീതം നല്ല പാട്ടുകാരൻ എന്ന നിലയിലൊക്കെ അറിയാം. മോട്ടിവേറ്റർ എന്ന് പറഞ്ഞൊരു പദവി കൂടെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കുറേ കാലം. നമ്മളെ കോഴിക്കോട് അത് ഗവൺമെന്റുമായിട്ട് ഒരു 5 വർഷം ഭയങ്കര ആക്റ്റീവായിരുന്നു ഞാൻ മോട്ടിവേഷൻ സ്പീക്കറായിട്ട്. കാരണം സ്കൂളുകൾ, കോളേജുകൾ, പോളിടെക്നിക്കുകൾ, പിന്നെ മലബാർ ഗോൾഡ്, കല്യാൺ സിൽക്സ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മുഴുവൻ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക. അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ അമ്മമാർക്ക്, സ്കൂളുകളിൽ അമ്മമാർക്ക് ക്ലാസ്, കുട്ടികളുടെ പഠനകാര്യത്തിൽ അമ്മമാർക്കുള്ള പങ്ക് എന്ത് വിഷയത്തിൽ, ടീച്ചർമാർക്ക് ക്ലാസ്, എങ്ങനെ ഒരു മികച്ച ടീച്ചറാവാം, കുട്ടികൾക്ക് പ്രിയപ്പെട്ട ടീച്ചറാണ്, അങ്ങനെ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ പ്രായമുള്ള അമ്മമാരൊക്കെ ടീച്ചർമാരൊക്കെ ആ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് കൈവപ്പിയിട്ടുണ്ട്. പക്ഷേ ആ ക്ലാസ് കേട്ടാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലെങ്കിലും അത് കേൾക്കണം, മിസ് ചെയ്യും. എനിക്ക് അതിൽ ഏറ്റവും വലിയ അത്ഭുതം ചിന്മയല്ലേ, കോഴിക്കോട് ചിന്മയ സ്കൂളിൽ ഞാൻ കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ ആ ക്ലാസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവിടുത്തെ ചിന്മയ സ്വാമിജി സന്ദീപ് ചൈതന്യ അദ്ദേഹം എന്നോട് പറഞ്ഞു, വിനോദേ ഭയങ്കര റിസൾട്ടാട്ടോ, കുട്ടികൾക്ക് വിനോദിനെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. കാരണം അത്ര മനോഹരമായിട്ടാണ് വിനോദ് കുട്ടികളെ കയ്യിലെടുത്തത്. എനിക്ക് വിനോദിനോടൊരു റിക്വസ്റ്റ് ഉണ്ട്, ചിന്മയിലെ മൊത്തം ടീച്ചേഴ്സിനെ ഞാനൊന്ന് തരും, വിനോദ് അവരൊന്ന് ഇതുപോലെ ഒന്ന് ക്ലാസ് മോട്ടിവേറ്റ് ചെയ്യാം. ഞാൻ ടീച്ചേഴ്സിനെയും അതുവരെ ഞാൻ ടീച്ചേഴ്സിനെ ക്ലാസ് എടുത്തില്ല. പിന്നെന്താ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കണം? ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല വിനോദേ, ഇവരൊക്കെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രം കുറച്ച് കഴിവുണ്ടെന്നല്ലാതെ ബാക്കി എല്ലാത്തിലും അവർ ബിഗ് സീറോ ആണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത്, ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികളെ അടിക്കാൻ പാടില്ല, കുട്ടികളോട് ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ എന്നിട്ടും ചില ടീച്ചർമാർ രഹസ്യമായിട്ടൊക്കെ കുട്ടികളെ കണ്ണുരുട്ടി പേടിപ്പിക്കണം. അപ്പോൾ അതൊന്നും പാടില്ല, സ്നേഹം കൊണ്ടേ കുട്ടികളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് വിനോദൊന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഞാൻ ഏറ്റവും ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പാലക്കാട് ചിന്മയിൽ വെച്ചിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. 400 ടീച്ചേഴ്സാണ് എൻ്റെ മുന്നിൽ. കേരളത്തിലെ മൊത്തം ടീച്ചേഴ്സിനെ എൻ്റെ മുന്നിൽ കൊണ്ടിട്ടിരിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുക കുഞ്ഞിനി മാഷിനെയാണ്. കാരണം അദ്ദേഹമാണ് എന്നെ മോട്ടിവേഷൻ സ്പീക്കർ ആക്കിയത്, ഗുരു. അദ്ദേഹത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് തുടങ്ങി. 2 മണിക്കൂർ ക്ലാസ് എടുത്തു. അന്നാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു ടീച്ചറൊക്കെ വന്ന് എൻ്റെ അയ്യോ ഞാൻ പാടില്ല എന്ന് പറഞ്ഞു. സ്നേഹം കൊണ്ട് ഒരു ടീച്ചർ എനിക്കൊരു ഭഗവത്ഗീത സമ്മേളിച്ചു, ഭഗവത്ഗീത ഒരു അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ജീവിതത്തിൽ ഏറ്റവും നല്ല മനോഹരമായ ഓർമ്മകൾ. പിന്നെ ഞാൻ
എയ്ഡ്സ് ബോധവൽക്കരണ സെല്ലിൽ ഉണ്ടായിരുന്നു ഗവൺമെന്റിന്റെ, അതിലും ക്ലാസ് എടുക്കൽ തന്നെയായിരുന്നു പരിപാടി. കുറെ പേര് ഇഷ്ടംപോലെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്, മെയിൽ സെക്സ് വർക്കേഴ്സിനും ഫീമെയിൽ സെക്സ് വർക്കേഴ്സിനും അവർക്ക് എയ്ഡ്സ് പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ക്ലാസ്സുകൾ കൊടുക്കുക. അങ്ങനെയുള്ള ക്ലാസ്സുകൾ അതൊരു കാലമായിരുന്നു. പിന്നെ ഈ NSS ഞാൻ പഠിച്ച സ്കൂൾ വന്നിട്ടുണ്ട്, NSS യൂണിറ്റിലെ കുട്ടികൾക്ക് നാടൻ പാട്ടും കളികളൊക്കെ ആയിട്ടുള്ള കുട്ടികളൊന്നും മറക്കൂല. ഇന്നും ചില കുട്ടികളൊക്കെ കാണുമ്പോൾ സാറേ എൻ്റെ സ്കൂളിൽ സാറേ NSSന്റെ പ്രോഗ്രാം പാടി പാട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരാളും മറക്കൂല. അങ്ങനെ ഒരു അനുഭവം സമ്മാനിച്ചിട്ടേ വിനോദം പോവാറ്. ഞാൻ വിനോദ മറ്റൊരു കാര്യം കൂടെ പറയാൻ, ഇൻസ്റ്റാഗ്രാമിൽ വിനോദ ഒരു ഇതുണ്ട് ക്യാപ്ഷൻ, സിനിമ എൻ്റെ ഭാര്യയും സംഗീതം എൻ്റെ കാമുകിയും. തീർച്ചയായും. അപ്പോൾ അത്രത്തോളം സംഗീതത്തെ നെഞ്ചോട് ചേർക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ തന്നെ സംഗീതാത്മകമാക്കണം എന്നാണ്. അപ്പോൾ വിനോദിന് മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, നമുക്ക് കുറേ പാട്ടുകൾ ഇനിയും പാടാൻ നമുക്ക് സമയമുണ്ട്, വിനോദൻ എന്നാലും മനസ്സിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് പാട്ടുകളുണ്ടാവുക, എന്നാലും പെട്ടെന്ന് നമുക്ക് ഓർമ്മയിലേക്ക് വരുന്നൊരു ഗാനം കൂടെ. മുറ്റത്തെ പൂക്കളത്തിൽ പാടിയ പൂവനി ഇത്തിരി പാൽ ചുരത്താൻ ഉത്രാടപ്പൂനിലാവേവാ. അപ്പൊ അക്കാലത്തെ പാട്ട് ഇപ്പോൾ തരംഗിണിയുടെ കാസറ്റിൽ വരുന്ന എല്ലാ പാട്ടും, ഇപ്പോൾ നമ്മളെ വസന്തഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അതിലാണ് നമ്മൾ അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേറിൻ താളത്തിൽ പോരാടിയും നിലപാടു നിന്ന തിരുമേനിമാർ തല കൊയ്തെറിഞ്ഞ് പടകൾ നയിച്ച കഥ ഇന്നെന്റെ ചിന്തയ്ക്ക് ചിന്തേറിടാം. അരിയ കണ്ണാടി ചില്ലൊത്ത തീരങ്ങളെ പറയുമാമാങ്കം പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ. ഞാൻ പറയാം, ഇപ്പോഴത്തെ പാട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗിരീഷ് ഏട്ടനൊക്കെ ഉള്ളപ്പോൾ, ഗിരീഷ് പുത്തഞ്ചേരി, ഞാൻ ശരിക്കും മലയാള സിനിമയിൽ 2 പേര് മരിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും കരച്ചിൽ വന്നത്. അതായത് ഒന്ന് ഗിരീഷ് പുത്തഞ്ചേരിയാണ്, രണ്ടാമത് മണിച്ചേട്ടനാണ്, കലാഭവൻ മണിച്ചേട്ടൻ. കാരണം ഗിരീഷ് പുത്തഞ്ചേരി ദിനനാഥ് നമ്മളെ സുഹൃത്താണ്, പക്ഷേ എന്നാലും ഞാൻ പറയാം ഗിരീഷ് ഏട്ടനൊക്കെ ചെയ്തു വെച്ച പാട്ടുകൾ, കാരണം അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ. അതിന് മുന്നുള്ളവരെ മറക്കാം. പക്ഷേ ഇപ്പോഴിറങ്ങുന്ന പാട്ടുകളൊക്കെ ഒരു ദിവസം 2 ദിവസം അല്ലേ അതോടെ തീർന്നു. കാരണം മനസ്സിൽ പോലും ഞാനൊക്കെ അപ്പോൾ എന്നോടിപ്പോൾ ഞാനൊരു ഫോട്ടോ ഇട്ടാൽ കുട്ടികൾ ചോദിക്കും നിങ്ങൾ നല്ല ഫോട്ടോ ഇടും, പഴയ പാട്ടും. പക്ഷെ നമ്മുടെ ആഗ്രഹം, അവരൊക്കെ മോഡേൺ ആണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ നമുക്ക് എപ്പോഴും എന്നും ഞാൻ എൻ്റെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ഞാൻ എന്നും സ്റ്റാറ്റസിൽ ഒരു പാട്ട് പാടിയിടും. അതെ. അപ്പോൾ അത് ഞാൻ വീട്ടിൽ എനിക്കൊരു മൈക്കുണ്ട്, എനിക്കത് ഇഷ്ടമാണ്, ഞാനത് പാടി രാവിലെ പോസ്റ്റ് ചെയ്യും. ഈ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരുപാട് പേരാണ് അത് സ്റ്റാറ്റസ് ആക്കി വെക്കും. ഓ എൻ്റെ വിനോദേട്ടാ ഈ പാട്ടൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്നത്, ഒരു ഓർമ്മയല്ലേ, ഇതൊക്കെ 70കളിലെ പാട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ നമ്മൾ ആ കാലത്തേക്കാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. നമ്മളിപ്പോ ഓണം വരുമ്പോൾ നമ്മളെ ആ പഴയതല്ലേ നമുക്ക് ഓർമ്മ വരുന്നത്. അതിപ്പോ ഞാൻ ജനിച്ചു വളർന്ന കോവൂര് എന്നൊക്കെ പറഞ്ഞാൽ കോവൂരൊക്കെ ഒരുപാട് മാറിപ്പോയി. എൻ്റെ കുട്ടിക്കാലത്തെ കോവൂര് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ മറ്റേ കവിതയിൽ പറഞ്ഞവര് പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടായിരുന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ, അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. സത്യമാണ്, ഞാനൊക്കെ അന്ന് സ്കൂൾ വിട്ട് പോകുമ്പം ഒരു ചെമ്മൺ പാതയാണ്, ആ പാതയിൽ കൂടെ പോകുമ്പോൾ 2 ഭാഗത്തും നോക്കത്താത്ത വയലുകളാണ്. ആ വയലിങ്ങനെ പൂത്തുലഞ്ഞ് ആ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ഇന്ന് ഇല്ല വയല്. ഇന്നത്തെ കുട്ടികളെ ഞങ്ങൾ ഇന്നലെ ഒരു പ്രോഗ്രാം ചെയ്തു, കുട്ടികളെ പ്രകൃതി നടത്തൊന്നും പറഞ്ഞിട്ട് വയല് കാണിക്കാൻ കൊണ്ടുവരിക. എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു മോള് ചോദിച്ചിരുന്നേ, അച്ഛൻ അരി ഉണ്ടാവണ മരേതാണ്, അരി ഉണ്ടാവണ മരേതാന്ന് കുട്ടിക്ക് നെല്ല്, കുട്ടികൾക്ക് നെല്ല് എന്താണെന്നോ അന്നത്തെ എന്താണ് അതിന്റെ പ്രോസസ്സ് പോലും അറിയില്ല അല്ലേ, എങ്ങനെയാണ് അത് വരുന്നത്. ഇപ്പൊ ശരിക്കും നമ്മൾ നല്ലൊരു വയല് കാണണമെങ്കിൽ പാലക്കാട് കൊല്ലംകോടൊക്കെ പോകും. അപ്പൊ എല്ലാവരും നമ്മളൊരു ഗ്രാമീണ, ഇപ്പൊ ഇവിടെ തന്നെ നമുക്കൊരു ലൊക്കേഷൻ കാണണേ, ഒരു ഗ്രാമത്തിന്റെ ലൊക്കേഷൻ അങ്ങോട്ട് പോകണം. ഇപ്പൊ ഞാൻ അഭിനയിച്ച കട്ടപ്പാടത്തെ മാന്ത്രി എന്ന സിനിമയാണ്. അത് ശരിയാണ്, കട്ടപ്പാടത്തെ മാന്ത്രി. ആ സിനിമയുടെ ലൊക്കേഷൻ കൂടുതലും
കൊല്ലംകോട് പാലക്കാട്. പിന്നെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് ആ ഭാഗങ്ങളിൽ ഒക്കെ പച്ചപ്പാണ്. കട്ടപ്പാടത്തെ മാന്ത്രികൻ്റെ അത് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഓണം ഇപ്പോൾ സിനിമയായിട്ടാണ് റിലീസായിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. കട്ടപ്പാടത്തെ മാന്ത്രികൻ്റെ ഫൈസൽ ഹുസൈൻ ഡയറക്ടർ അല്ലേ, അപ്പം വിനോദിൻ്റെ അടുത്ത് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥയായിട്ടാണ് വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിൻ്റെ കഥ പറയാൻ വന്നാൽ ഞാനത് പിടിച്ച് സിനിമയാക്കി. വിനോദ് പറഞ്ഞാണ് സിനിമ ചെയ്യുന്നത്. അല്ല, എൻ്റെ കഥാപാത്രം പടം ഒരു ആവറേജ് പടമായിട്ട് മാറിയിട്ടുള്ളൂ. കാരണം അത് അത്ര പരിചയസമ്പന്നൊന്നും അല്ല ഫൈസൽ, തുടക്കക്കാരനാണ്. അപ്പം അതിൻ്റെ ഒരു പോരായ്മകളൊക്കെ ഉണ്ടാവാം. പക്ഷേ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പറഞ്ഞു. ഞാനതിൽ കുഞ്ഞിരാമൻ അത് ഞാൻ ഈ അടുത്ത കാലത്ത് ചെയ്ത ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു ആളുകളെ കരയിപ്പിക്കുന്ന എത്രയോ. ഇപ്പോൾ ഞാൻ ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് എൻ്റെ അമ്മയുടെ പ്രായമുള്ള 2 അമ്മമാർ വന്നിട്ട് എന്നെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു. എൻ്റെ മോനെ, നീ മറിമായൊക്കെ ചെയ്താൽ മതി, നീ ഇങ്ങനെ കരയിപ്പിക്കല്ലേ. ശരിക്കും ചങ്ക് പൊട്ടിപ്പോയി മോനെ, നീ 2-3 തവണ സംസാരിച്ചപ്പോൾ. കാരണം എനിക്ക് വിക്കാണത്. അപ്പോൾ വിക്ക് വരുമ്പം, സങ്കടം വരുമ്പോൾ വിക്ക് അങ്ങോട്ട് കൂടും. അപ്പം സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ മുന്നിലിരിക്കുന്ന ഇത് കേൾക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര പ്രയാസമാണ്. ആ, അത് ഡയലോഗ് അത് ശരിക്കും അതിനകത്ത് ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളോട് പറയുന്നുണ്ട്, ബലട്ടാ, ഞങ്ങൾ അകളിൽ പോയല്ലോ, അകളിലെ അമ്മ മന്ത്രവാദി പറഞ്ഞതേ കിച്ചുൻ്റെ കാല് മുറിക്കേണ്ടി വരുന്ന, കിച്ചുൻ്റെ കാലും മുറിക്കണേക്കാളും നല്ലത് എന്നങ്ങോട്ട് എടുക്കറിക്കട്ടോ, പറ്റൂല ബാലട്ടാ. അവന് ഫുട്ബോൾ കളിക്കണ കാല, ആ കാല് മുറിക്കാൻ പറ്റില്ല. അയ്യോ, അത് മകനൊരു ഫുട്ബോൾ കളിക്കാരനാവണമെന്ന് ആഗ്രഹിച്ച ഒരു അച്ഛൻ്റെ ആഗ്രഹം, അച്ഛന് നടക്കാതെ പോയൊരാഗ്രഹമാണ്. അത് മകനിലൂടെ സഫലമാക്കാൻ നടക്കുന്ന ഒരു അച്ഛൻ, എന്നിട്ട് ആ മകന്റെ കാല് മുറിക്കണം എന്ന് പറയുമ്പോൾ ഒരു അച്ഛനുണ്ടാവുന്ന, ഇപ്പൊ നമുക്ക് ഇപ്പൊ അടുത്തിരുന്നൊക്കെ കുറച്ചുകൂടെ ഫീൽ. അപ്പൊ അത് കാണുമ്പോൾ എന്തായാലും വിനോദം സ്നേഹിക്കുന്നവർക്ക് കണ്ണ് പറയും. കാരണം അത്രയും കോമഡി ചെയ്ത് വന്ന ഒരാൾ പെട്ടെന്ന് ഇത് ഈ ഒരു ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ അല്ലേ. പിന്നെ അതിൽ തന്നെ നമ്മളെ കുറെ കോഴിക്കോട് ഒരു പ്രിയേച്ചി, എൻ്റെ സുഹൃത്തുണ്ട് ജസീൽ ജമാൽ, അവരൊക്കെ ചെറിയ റോളുകളിൽ വൈഫായിട്ടില്ലേ. അതുപോലെ വിനോദേട്ടനെ ഇപ്പൊ ഇനിയിപ്പോ നമ്മൾ മൂസക്കായിലേക്ക് പോവാണല്ലോ, സുരഭീച്ചിയും അതായത് പാത്തും മൂസക്കായാണ് കോഴിക്കോട്. അതായത് MIT മൂസ ശരിക്കും നല്ലൊരു ബ്രേക്ക് തന്നെ ഒരു സീരിയലാണ് ശരിക്കും. എൻ്റെ കലാജീവിതത്തിലെ ഒരു പൊൻതൂവലാണ്. ഞാൻ ഒരിക്കലും മറക്കാൻ, ദൈവത്തോടെ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന ഒരു പ്രോഗ്രാമാണത്. കാരണം ആ പരിപാടി കാരണമാണ് ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ഭാഗ്യം സുരഭിയുമായിട്ട് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ലണ്ടനിലും ഒക്കെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായത് ആ പരിപാടിയാണ്. പിന്നെ ഞങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തെറ്റിദ്ധരിച്ച എത്രയോ അങ്ങനെ കുറേ പേര് എന്നോട് ചോദിച്ചു. എന്നോട് ഇപ്പോൾ സുരഭീഷിനെ അറിയുന്നതുകൊണ്ട് എന്നോട് വിനോദ് ഗോപൂര് ഭർത്താവാണോ? ഞാൻ പറഞ്ഞല്ല, ശരിക്കും ഞങ്ങൾ മുസ്ലിമുകളാണെന്ന് തെറ്റിദ്ധരിച്ച അങ്ങനത്തെ ആ സ്ലാങ് കാരണം പക്ക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകം ആ മക്കൾ എൻ്റെ മക്കളാണ്, അഞ്ചു രണ്ടാളും എൻ്റെ മക്കളാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾ. കാരണം ഈ മക്കളെ അതിലെ ഗുരുവായൂരപ്പങ്ങളെ കൊണ്ട് ചേർക്കണം, മോളെ കോളേജ് കൊണ്ട് ചേർക്കണം. അവള് എയർ ഹോസ്റ്റസ് ആവാൻ അവളുടെ ആഗ്രഹം പറഞ്ഞത് എന്നോട്. ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയിൽ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവള് എയർ ഹോസ്റ്റസിനെ കണ്ടപ്പോൾ ഞാൻ ഇതാണ് എയർ ഹോസ്റ്റസ് ഇട്ട മോളെ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിട്ടേ, പാപ്പാ എനിക്ക് എയർ ഹോസ്റ്റസ് ആവാൻ പറ്റുമോ പാപ്പാ? നമ്മൾ ഷോയ്ക്ക് പോകുമ്പോൾ ആദ്യത്തെ ദുബായ് ഷോയ്ക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ആവാലോ, അതിനുള്ള പഠിത്തം പഠിക്കണം. എന്നാ വാപ്പ അതൊന്ന് നോക്കി, വാപ്പ എവിടെയാ എൻ്റെ അത്? അങ്ങനെ ഞാനും സുരഭി കൂടി അന്വേഷിച്ച് പിടിച്ചിട്ടാണ് അവളെ കോഴ്സ് ഇന്നിപ്പോൾ അവള് എയർ ഹോസ്റ്റസ്. ഇപ്പൊ അവളുടെ ആഗ്രഹം, അവള് ഡ്യൂട്ടി ചെയ്യുന്ന ഫ്ലൈറ്റിൽ ഞാനോ സുരഭിയെ കയറണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. ഏത് റൂട്ടിലാണത്? കൂടുതൽ ഇവിടെ തന്നെയാണ്, ദുബായ് തന്നെയാണ് കളിയാണ്. അപ്പൊ അതും സാധിക്കട്ടെ, അടുത്തന്നെ സാധിക്കും. അത്തരം ഒരു ഇപ്പം ആ പരിപാടി വൈൻഡപ്പ് ചെയ്തിട്ട് 8 വർഷമായി. എന്നിട്ടും മലയാളി മനസ്സിൽ അത് ഭയങ്കര, അതാ ഞാൻ പറഞ്ഞത്, അതൊരു അതിപ്പോ മൊയ്തു ആണെങ്കിലും ഈ മൂസയാണെങ്കിലും ഒരു സ്വാധീനം ചെലുത്തുക എന്ന് പറയുന്നത് ഭീകര. അത്രയും സാധാരണക്കാരുടെ ഒരു പ്രതിനിധിയായിരുന്നു മൂസ. അതായത് കഷ്ടപ്പാടുകളും അത്രയും കാലം കണ്ട സീരിയലിൽ നിന്നും അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ നമ്മൾ കണ്ടില്ല. ഒരു 7ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ നായകനാവുക
എന്നാൽ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ പല സീരിയലുകളിലും പട്ട് സാരി കൊടുത്തിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന നിലയിലെ വീട്ടിലെ കഥ. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് സുരഭി ചേച്ചി നിങ്ങൾ ജീവിക്കുക ശരിക്കും, അത് മൂസയും ബാത്തുമായിട്ട് ജീവിക്കുകയാണ് ശരിക്കും അല്ലെ? ആ മക്കളും അതേ റേഞ്ച് പിടിച്ച് നല്ല ടൈമിൽ അത് നിന്നു. അത് നിന്നപ്പോഴേക്ക് സുരഭി ദേശീയ അംഗീകാരം നേടി. എല്ലാം വളരെ വളരെ കറക്റ്റായിട്ട്. ഫസ്റ്റ് ദേശീയ അംഗീകാരം നേടുന്നത് വിനോദേട്ടനാണ് അല്ലേ? ഷോർട്ട് ഫിലിം. പക്ഷേ ഇതിൻ്റെ വേറെ അറിയോ, ഇപ്പോഴും ഞാനും സുരഭിയും ഇപ്പം ഈ ഓണത്തിനും എന്നെയും സുരഭിനെയും സെപ്റ്റംബർ 24 ബഹ്റിനിലേക്ക് വിളിച്ചു. ഓണം പരിപാടിക്ക് നിങ്ങൾ വരണം. പക്ഷെ സുരഭിക്ക് ഒഴിവില്ല. സുരഭിക്ക് ഇവിടെ മോഷണത്തിന്റെ എന്നാ പിന്നെ മുസക്കായി ഒറ്റയ്ക്ക് വരണം. അല്ല, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കാണുന്ന അത്രയും പൊട്ടൻഷ്യലുള്ള ആക്ടേഴ്സ് ആയിട്ടാണ്. കാരണം പലർക്കും ഇത് കോമഡി മാത്രമേ, ഇപ്പൊ നമ്മൾ ഈ സാധനത്തിന്റെ ഒരു വൈറ്റ് തന്നെ കണ്ടാൽ മതി, കുറഞ്ഞ സാധനം. അപ്പോൾ സുരഭി ചേച്ചിന്റെ തന്നെ മിന്നാമിനുങ്ങ് ഗംഭീര പെർഫോമൻസ് അല്ലേ? പാത്തുനിന്ന് നേരെ വിപരീതമായ അല്ലെ, ആനയും അണ്ണക്കോട്ടനും അന്തരമുണ്ട് ആ ക്യാരക്ടറുകൾ തമ്മിൽ. അതപ്പോ ഇന്നലെ ആ അമ്മ എന്നോട് പറഞ്ഞത്, ഈ കട്ടപ്പാടത്ത് മാത്രമേ കണ്ടപ്പോഴേ, ആ മൂസയാവണ ആളാണോ ഇതിനകത്തുള്ള അച്ഛനായത്? അതായത് നമ്മളെടുത്ത് നാളെ ഇതൊക്കെ വരുന്നതെന്നുള്ള, അത് ശരിക്കും എനിക്ക് തോന്നുന്നു. അല്ല, ഈ കലയിലേക്ക് വരുമ്പോൾ വിനോട്ടാ, അച്ഛനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അല്ല മെഡിക്കൽ കോളേജിൽ അല്ലേ ജോലിയായിരുന്നു. അപ്പോൾ അവർക്ക് മകൻ ഇങ്ങനെ കലയിലേക്ക് പോകാന്ന് പറയുമ്പോൾ അവരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? അതോ സപ്പോർട്ട് ഉണ്ടായി, പക്ഷേ കല ജീവിതമാർഗ്ഗം ആക്കരുതെന്ന് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. ജീവിക്കണമെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വേണം. അപ്പോൾ PSC ടെസ്റ്റ് എഴുതണം, ബാങ്ക് ടെസ്റ്റ് എഴുതണം, ഭയങ്കര നിർബന്ധമായിരുന്നു. മൊത്തത്തിൽ നമുക്ക് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചിരുന്നു ഞാൻ കല കൊണ്ടേ ജീവിക്കുള്ളൂ. അങ്ങനെ ഞാൻ അതിൽ വാശി പിടിച്ചു നിന്നു. അവസാനം അതിന് രക്ഷകനായിട്ട് കുഞ്ഞിനി മാഷ് വരേണ്ടി വന്നു വീട്ടിൽ വന്നു. കുഞ്ഞിനി മാഷ് എൻ്റെ വീട്ടിൽ വന്ന്, കുഞ്ഞിനി മാഷ് ഒരു വിഷയം വീട്ടിൽ അന്തി ഉറങ്ങി. അപ്പം എൻ്റെ അമ്മ പരാതി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് കുഞ്ഞിനി മാഷ് പറഞ്ഞു, അവന് നിങ്ങൾ പേരിട്ടിരിക്കണതേ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവന് വിനോദം നിങ്ങൾ പേരിടാൻ പാടില്ല. വിനോദാണല്ലോ അല്ലേ? വിനോദം എന്ന് പറഞ്ഞാൽ അവൻ വിനോദിപ്പിക്കാൻ ജനിച്ചവനാണ്. അവൻ ഇഷ്ടം പോലെ ആ പരിപാടി ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിലൊക്കെ സ്ഥാനം പിടിക്കണമെങ്കിൽ അവൻ എത്രത്തോളം കഴിവുള്ളവനാ. അപ്പോൾ അവൻ ലോകമറിയുന്ന കലാകാരനായിട്ട് മാറും. ഞാനാ പറയണത്, നിങ്ങളൊരു ജോലിക്ക് അവനെ നിർബന്ധിക്കേണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ മാഷ്ട കാൽക്കൽ വീണു. എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കണ്ണ് നിറഞ്ഞു വീഴുക. ഇന്നിപ്പോൾ സ്വർഗത്തിലിരുന്ന മാഷ് എൻ്റെ ഉയർച്ചയും എൻ്റെ ഈ കട്ടപ്പാടത്ത് മാന്ത്രികനൊക്കെ എന്നുള്ള ഞാൻ കാണുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന മാഷും കാണുന്നുണ്ടെന്നാണ് ഞാൻ പറയാം. ആ ഒരു അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ എന്നും അതൊക്കെ എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. കാരണം ആർക്കും കിട്ടാൻ കുഞ്ഞിനി മാഷിൻ്റെ ഒരു ശിഷ്യനായിട്ട് മാറുക, ഏറ്റവും അരുമ ശിഷ്യൻ. കുഞ്ഞിനി മാഷ് ഞാൻ മകനാന്ന് പറഞ്ഞിട്ട് പലരിടത്തും, ഞാൻ മകനാണെന്നല്ലേ, അതൊക്കെ എനിക്ക് വലിയ ക്രെഡിറ്റ് അല്ലേ. പിന്നെ എന്നെ ഒരു എഴുത്തുകാരനാക്കിയതും ശരിക്കും കുഞ്ഞിനി മാഷാണ്. എഴുത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് പുതിയൊരു എഴുത്ത് കേട്ടിട്ടുണ്ട്. തുടങ്ങിയല്ല, കഴിഞ്ഞു. ആ ഒരു നമ്മളെ കലാജീവിതത്തിന്റെ, എൻ്റെ 30 വർഷത്തെ കലാജീവിതത്തിലെ നല്ലതും ചീത്തതുമായ അനുഭവങ്ങൾ അത് ഞാൻ നേരിട്ട് ഒരു കഥയാക്കി ഇപ്പോൾ മാതൃഭൂമി അത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. എല്ലാവിധ ആശംസകളും. ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലും ആ പുസ്തകം വരും. പുസ്തകത്തിന്റെ പേരും ഡിക്ലെയർ ചെയ്തു കേട്ടോ, എന്താ? വിനോദയാത്ര. അടിപൊളി. എന്തായാലും എല്ലാവിധ ആശംസകളും. വിനോദിന്റെ യാത്ര. അതായത് നമ്മൾ നേരിട്ട അല്ലേ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച, എന്നെ ഒരുപാട് വിഷമിപ്പിച്ച അനുഭവങ്ങളും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച അനുഭവങ്ങളും എനിക്ക് ഏറ്റവും വലിയ അമളി പറ്റിയ അനുഭവങ്ങളും ആത്മകഥ അല്ലേ വിനോദയാത്ര. അപ്പോൾ വിനോദയാത്രയ്ക്ക് ഞങ്ങളെ വക എല്ലാവിധ ആശംസകളും. ഒരുപാട് ഞാൻ ഇതിനു മുമ്പ് കുട്ടികൾക്ക് വേണ്ടി 2 പുസ്തകം എഴുതിയിട്ടുണ്ട്, മോണോആക്ടുകൾ. അതെ, ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ പുസ്തകമാണ്. ഇത് ഞാൻ എഴുതി കൊടുത്തപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇനി എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എയ്ഡ്സ് പ്രോജക്റ്റിൽ ജോലി ചെയ്യുമ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ്. പിന്നെ ഹോട്ടലിൽ ഞാൻ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 6 വർഷം ഞാൻ ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ടലിൽ നിന്നുണ്ടായ എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട്. അതൊക്കെ കുറച്ച് ഇക്കിളിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ അവർ പറഞ്ഞു, അത് ഇതിൻ്റെ കൂടെ കൂട്ടുണ്ട്, അത് നമുക്ക് വേറൊരു പുസ്തകമാക്കാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ പണി കൂടി. എന്താ പറയുക, ഒരുപാട് മേഖലകൾ. അതാണ് ഞാൻ പറഞ്ഞത്, പാട്ട്, എഴുത്ത്, അഭിനയം, സംഗീതം, അല്ല മറ്റേ ഈ നാടകം എല്ലാം, അല്ല ഒരുപാട് സാധനങ്ങളുണ്ട്. മോട്ടിവേറ്ററാണ്. ഇതിനിടയ്ക്ക് സോഷ്യൽ വർക്കിനും ഞാൻ സമയം. സകല കലാവല്ലവനാണ് കോഴിക്കോട്. ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിലൊക്കെ പോയിട്ട് അവിടുത്തെ പേഷ്യൻസിൻ്റെ കൂടെ ചെലവഴിക്കുമ്പോഴാണ്. ഞാനത് പറഞ്ഞപ്പോൾ ഈ അടുത്ത് വയനാട്ടിൽ ഉരുൾപൊട്ടി അവിടെ പോയി അവിടെ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തു. അപ്പോൾ നാളെയും പോകുന്നുണ്ട്. നാളെ ഇപ്പം ഫ്ലവേഴ്സ് TV വയനാട്ടിലൊരു പ്രോഗ്രാം നടത്തുന്നു. ശ്രീകണ്ഠൻ നായർ എന്നെ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോഴല്ലേ നമ്മൾ ശരിക്കും അഹങ്കരിക്കുന്നു. അതെ, നമ്മൾ ചിലരുണ്ട്, നമ്മൾ ഈ കലാകാരൻ എന്നുള്ളൊരു അഹങ്കാരം ഹെഡ് വെയിറ്റ് ആയിട്ട് നടക്കുന്നത്. അത് ശരിക്കും ഏത് നിമിഷവും പൊട്ടിപ്പോകാവുന്നൊരു കുമിളയാണ് നമ്മൾ. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുത്ത് സ്നേഹം കൊടുത്ത് ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കാൻ പറ്റും. അത്രയും അതാണ് നമുക്കൊക്കെ വിനോദേട്ടനോട് സുരഭിച്ചോടൊക്കെയുള്ള സ്നേഹം. കാരണം ഞാനിപ്പോൾ സുരഭിച്ചിനെ പറ്റി പറഞ്ഞാലും എൻ്റെ വിഷു
ഫസ്റ്റ് ഞാൻ സുരഭേച്ചിൻ്റെ കൈനീട്ടത്തോടെയാണ് എൻ്റെ വിഷു തുടങ്ങുന്നത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ പൈസ വന്നു കിടക്കും. അത് ഞാൻ ചോദിച്ചല്ലോ മാറി അയച്ചാണോ, അത് നിനക്കുള്ള കൈനീട്ടാ അല്ല അങ്ങനെയാണ്. അപ്പോൾ അത്ര പോലും നമ്മളൊക്കെ ചെറിയ കലാകാരന്മാരെ വരെ അവരൊക്കെ മനസ്സിൽ. അപ്പോൾ വിനോദൻ തന്നെ പറഞ്ഞു കോഴിക്കോടിൽ ഒരുപാട് കലാകാരന്മാരെ വിനോദേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളിത്തിരയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പലർക്കും അറിയാത്ത പല കാര്യമുണ്ട്. ഇപ്പോൾ ജാലിയൻ കണാർ എന്നുള്ള പേര് ഹരീഷ് ചേട്ടനാണെങ്കിലും ആ കണാർ ഉണ്ടാക്കിയ ആള് വിനോദേട്ടനാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം അല്ലേ, പലർക്കും അത് അറിയില്ല. അല്ല സത്യം, അതൊക്കെ അതെന്താ അറിയോ, അതൊക്കെ ദൈവം ചില വഴികൾ നമുക്ക് ഇപ്പം ഈ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് അവസരം ചോദിച്ച് ചെല്ലാൻ ഭയങ്കര മടിയാണ്. ഒരു ഡയറക്ടറെ അടുത്ത് ഞാൻ അവസരം ചോദിച്ച് പോയിട്ടില്ല. ഇപ്പം എനിക്ക് കിട്ടിയ ഞാൻ 54 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ 54 സിനിമകളിൽ നമ്മൾ ഇങ്ങോട്ട് എന്നെ ഇങ്ങോട്ട് വന്ന് എന്നെ വിനോദ് കോവരല്ലേ ഇങ്ങനൊരു സിനിമയുണ്ട് വരണം അഭിനയിക്കണം എന്ന് പറഞ്ഞാണ്. പക്ഷെ ഒരു ഡയറക്ടറെ അടുത്ത് മാത്രമാണ് ഞാൻ അഭിനയിക്കാനുള്ള ശ്വാസം മുട്ടിക്കൊണ്ട് ഞാൻ പോകണം. അത് സത്യനന്ദിക്കാട് 3 തവണ ഞാൻ പോകും. പക്ഷെ 3 തവണ എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാൻ തിരിച്ചു പോകുന്നു. പിന്നെ ഈ സത്യനന്ദിക്കാട് എന്നെ വിളിക്കുകയാണ്, ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വിളിക്കണം. വിളിച്ചിട്ട് വിനോദ് കോവരല്ലേ ഞാൻ സത്യനന്ദിക്കാടാണ്, എനിക്കൊന്ന് കാണണമല്ലോ, എവിടെയല്ല, ഞാൻ പറഞ്ഞ കോഴിക്കോടാണ്, ഒന്ന് തൃശ്ശൂർ വരെ വരാൻ പറ്റുമോ? ഞാൻ പോയി ഇങ്ങോട്ട് വിളിക്കാം. ഞാൻ തൃശ്ശൂർ എത്തി, സാറ് കാറ് കയറ്റി വന്നു, കാറിൽ കയറി സാറിനെ വീട്ടിൽ ചെന്നു. സാറെന്നെ വിളിപ്പിച്ചെന്താണെന്നറിയാം, ഈ ജാലിയൻ കണാരൻ കണ്ടിട്ടാണ്. അമൃത ടി വിയിൽ ഞാൻ ചെയ്ത ജാലിയൻ കണാരൻ കണ്ട് ചിരിച്ച് മൂപ്പര് 10 വട്ടം എന്നല്ല അത്രയും മൂപ്പര് കണ്ടത്. അങ്ങനെ മൂപ്പര് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. ആ വർഷം മൂപ്പര് സംവിധാനം ചെയ്ത പുതിയ തീരങ്ങളിൽ എനിക്ക് നല്ലൊരു വേഷം ഉണ്ടാവും. നമ്മൾ ആഗ്രഹിച്ച ഒരാൾ നമ്മളെ വിളിച്ച് വേഷം തരും. അതേപോലെ ഒരു ടാലന്റ്, അത് ഭയങ്കര ഭാഗ്യമാണ്. അത് ആ ജാലിയൻ കണാറിന് കൊണ്ട് ഉണ്ടായ ഒരു ഭാഗ്യമാണ്. തീർച്ചയായും. പിന്നെ ഇനിയിപ്പോ ദേവൂശിനെ പറ്റി പറയുകയാണെങ്കിൽ സഹധർമ്മിണിയാണ്. അപ്പോൾ പലരും കോമഡി ചെയ്തപ്പോ ഇപ്പൊ എത്രാമത്തെ കല്യാണം കഴിഞ്ഞു, സ്വന്തം ഭാര്യ 4-5 പ്രാവശ്യം കല്യാണം കഴിച്ച ഒരു മഹാനാണ്. PSC ക്വസ്റ്റ്യനൊക്കെ വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ കല്യാണം കഴിച്ച കലാകാരൻ അല്ലേ. അപ്പോ അത് അങ്ങനെയല്ല, സ്വന്തം ഭാര്യ. അതെ ശരിയാ, സ്വന്തം ഭാര്യ ഏറ്റവും കൂടുതൽ കല്യാണം കഴിച്ചൊക്കെ സ്വന്തം ഭാര്യ ഏറ്റവും അല്ല, അങ്ങനെ ഒരു തോട്ട് എന്തുകൊണ്ടാണ്? അല്ല അതൊന്നുമല്ല, അത് ഞാൻ പിന്നെ ഗുരുവായൂരിൽ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അത് സാധിപ്പിച്ചു. കുറേ കാലത്തിന് ശേഷം ഒന്നും കൂടി പോയി അവിടെ പോയി. അതാണ് ശരിക്കും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുക. ആദ്യത്തെ കല്യാണത്തെക്കാട്ടും അവളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കല്യാണം ഇഷ്ടത്തോടെ ഉള്ളൊരു അല്ലേ. പിന്നെ രാമേശ്വരത്ത് പോയപ്പോൾ രാമേശ്വരത്ത് അങ്ങനെ ഒരു ദമ്പതി പൂജ എന്നൊരു പൂജ ഉണ്ട്. ആ പൂജ നടത്തിയപ്പോൾ അവിടെ എന്തായാലും കല്യാണം കഴിക്കണം. അപ്പോൾ അവിടെ നിന്ന് കല്യാണം കഴിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മൂകാംബിക. മൂകാംബിക പോയപ്പോൾ മൂകാംബിക ഒന്ന് കല്യാണം കഴിക്കണം. അവിടെ നിന്ന് അങ്ങനെയാണ്. ഇനി സ്വന്തം ഭാര്യ അതുകൊണ്ട് ആർക്കും വിരോധമൊന്നുമില്ല. അതെ തീർച്ചയായും. അല്ല ദേവൂശി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ ആയിട്ടില്ല വിനോദൻ. അപ്പോൾ ഈ കലാമേഖലയ്ക്ക് പോകുമ്പോൾ വീടൊക്കെ വിട്ട് നിൽക്കേണ്ടി വരില്ല. അപ്പോൾ സപ്പോർട്ട് അതൊക്കെ അതിനായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു. പിന്നെ ഞാൻ അധികം ദിവസം ഞാനിപ്പോൾ ഗൾഫിൽ പോയാലും ഗൾഫിൽ പരിപാടി കഴിഞ്ഞാൽ ഉടനെ ഞാൻ എവിടെ പോയാലും എനിക്ക് ഭയങ്കര ഹോം സിക്നെസ് ആണ്. വീട് പ്രത്യേകിച്ച് അവളുടെ അടുത്ത് എത്തി അവൾക്ക് അധികം ഒന്നും എന്നെ വിട്ടേക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് വീട്ടിലൊരു പപ്പിയുണ്ട് സിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അവളെ തീരെ വിട്ടേക്കാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഗൾഫിലൊക്കെ പോയാൽ അടുത്ത ഫ്ലൈറ്റ് തന്നെ പോരാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇവർ രണ്ടുപേരും എന്നെ വെയിറ്റിങ്ങിലാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമാണ്. അടിപൊളി. പിന്നെ എന്നെ ഈ കലാരംഗത്ത് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന, എൻ്റെ നല്ലതും ചീത്തകളൊക്കെ കണ്ടെത്തുന്ന ഒരു ഭാര്യയാണ്. അതെ, അതിലൊരുപാട് സന്തോഷം. അതിന് ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെ ഒരാളെ എന്നെ വിമർശിക്കേണ്ടത് അവൾ വിമർശിക്കും, എന്നെ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ അംഗീകരിക്കുന്ന സമയത്ത് അംഗീകരിക്കും അല്ലേ. അതാണ് ഏറ്റവും വലിയൊരു നല്ലൊരു ഫാമിലി എന്ന് പറയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ പുതിയ ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബ്രോ ബാബു അല്ലേ. അത് പലർക്കും അറിയില്ല. ബ്രോ ബാബു ഇപ്പോൾ ഒന്ന് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു 7 എപ്പിസോഡ് ആയിട്ടുള്ളൂ. ബ്രോ ബാബു എന്ന് പറഞ്ഞാൽ ബ്രോക്കർ ബാബു. അത് കോഴിക്കോട് നിന്ന് ഒരു കോഴിക്കോടൻ ഒരു വെബ് സീരീസ് വേണമെന്ന് ആഗ്രഹിച്ച് ഗാലറി വിഷന്റെ ഷറഫ് എന്നെ വന്ന് മുട്ടി. പിന്നീട് ഒരു ഉഗ്രം കഥയുണ്ട്, നിങ്ങളാണ് നായകൻ, നമുക്ക് കോഴിക്കോടൻ സ്ഥാനം ഗാലറി വിഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം, വെബ് സീരീസ് ആണ്, നിങ്ങൾക്ക് എത്ര പൈസ വേണ്ട വെച്ചാൽ ഞാൻ തരും, നിങ്ങൾ എന്നോട് കൂട്ടിക്കണം. അങ്ങനെ ഞാനൊരു ബറ്റാലിയൻ ഉണ്ടാക്കി. നമ്മുടെ കബീറാണ് മെയിനായിട്ട്. കബീർ, പിന്നെ ഡുഡു ദേവസിയാണ് ഡയറക്റ്റ് ചെയ്യണം, സേതു സ്ക്രിപ്റ്റ് ചെയ്യണം, പിന്നെ അഷ്റഫ് പാലാഴി ക്യാമറ ചെയ്യണം. 7 എപ്പിസോഡ്. അപ്പോൾ അതുകൊണ്ട് ആയി വരണം. ബ്രോക്കർ ബാബു എന്ന് വെച്ചാൽ ബ്രോ ബാബു എന്ന് വിളിക്കില്ലാരും. നമ്മൾ ഏകദേശം ഈ ക്യാരക്ടർ പിന്നെ ഒരു അതിന്റെ പ്രത്യേകത വെച്ചാൽ ഇയാള് കല്യാണ ബ്രോക്കറാണ്, സ്ഥലത്തിന്റെ ബ്രോക്കറാണ്, വണ്ടിയുടെ ബ്രോക്കറാണ്, എല്ലാ പണിയെടുക്കും. പക്ഷെ ഇയാൾക്ക് ഇതുവരെ പെണ്ണിട്ടില്ല. അടിപൊളി. അപ്പൊ ഇയാളും അമ്മയും തമ്മിൽ വീട്ടിൽ നടക്കുന്ന കുറെ രസകരമായ മുഹൂർത്തങ്ങളും പിന്നെ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഇയാൾ പോയി പങ്കെടുക്കും. എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ആക്കാനും. ഏകദേശം നമ്മൾ MAT മൂസയെ പോലെയൊക്കെ തന്നെ ഒരു ക്യാരക്ടറാണ്. കോഴിക്കോടൻ ഭാഷയാണ് സംസാരിക്കുന്നത്. പക്ഷെ ബാബുവേട്ടനാണ്. ബാബുവേട്ടനാണ്. അപ്പൊ ഇനിയിപ്പോ ബാബുവേട്ടൻ എന്നുള്ള പേരിൽ
അറിയപ്പെടാനുള്ളൊരു അതെന്താ അറിയോ, ഒരു ക്യാരക്ടർ ആൾക്കാർ അത്രയും മനസ്സിലേക്ക് അതാണ് അതിന്റെ അത് പണ്ട് ഇപ്പോഴും എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ അമേരിക്കയിലൊക്കെ പോയാൽ ഈ ഷോ ചെയ്യുമ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ വിനോദ് കോവൂർ ഓൺ ദി സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ ഈ കോവൂർ എന്നിട്ട് കേൾക്കുമ്പോൾ ഒരു സാധനം കാരണം എന്റെ നാടിന്റെ പേരാണ് ഈ മെഡിക്കൽ കോളേജിന് ചേവാറിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയ ചെറിയൊരു സ്ഥലം. ആ സ്ഥലത്തിന് ഞാൻ ലോകം ഇപ്പൊ ആളുകൾ ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ വിനോദ് കോവൂർ കൊല്ലത്തല്ലേ തിരുവല്ലല്ലേ ചോദിക്കും, അവിടെ ഒരു കോവൂരുണ്ട്. ഞാൻ അല്ലട്ടോ, ഇത് കോഴിക്കോട് കോവൂരാണ്. അതിനെ ഞാൻ വേറെ ആർക്കും അല്ല, അത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളൊരു കയ്യൊപ്പ് ചേർത്തിട്ടാണ് നമ്മൾ പോരുന്നത് അല്ലേ, നമുക്ക് ഒരു നാടിന്റെ പേരിൽ അറിയപ്പെടും. ഇപ്പൊ സിനിമാ മേഖലയിൽ എന്നെ ഇപ്പൊ മമ്മൂക്കി അടക്കം വിനോദേന്ന് വിളിക്കാറില്ല, കോവൂരെന്നാണ് വിളിക്കുക. കോവൂരെന്നാണ് സുരഭി വിളിക്കുന്ന പേര് അങ്ങനെയാണ്. ബാക്കിയൊക്കെ എന്നെ കൗരേ ഇവിടെ വന്നിരിക്കും, ഗൗരവാ ഗൗരവൊന്നുമില്ലേ അതിങ്ങനെ. അപ്പൊ അതിലെനിക്കുള്ളൊരു സന്തോഷം, അഭിമാനമാണ്. അല്ല, അതിലെനിക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം, എൻ്റെ ഒരു ചാരിതാർത്ഥ്യം എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് റോൾ മോഡലായൊരു നടൻ കുട്ടിക്കാലത്ത് മമ്മൂക്കനൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ആരാധനയാണ്. പക്ഷേ ഈ നടനെ പോലെ ആയിരിക്കണം ഞാൻ എന്നാഗ്രഹിച്ചത് നമ്മുടെ നെടുമുടി വേണുചേട്ടനെയാണ്. വേണുചേട്ടൻ്റെ അപ്പുണ്യം എന്ന് പറഞ്ഞ സിനിമ കണ്ട അന്ന് മുതൽ എനിക്ക് ഇയാളോട് വല്ലാത്തൊരു ഇഷ്ടമാണ്, ആരാധന. ഇയാളെപ്പോലെ ആവണം. അപ്പം വേണുചേട്ടൻ നാടൻപാട്ട് പാടും, കവിത പാടും, ഇതൊക്കെ എനിക്കുണ്ട്. അയാൾ നന്നായിട്ട് അഭിനയിക്കണോ, അയാൾ നന്നായിട്ട് സംസാരിക്കണോ, അയാൾ മൃദംഗം വായിക്കണോ, ഇങ്ങനെ സകല കലാവല്ലഭനാണ്. അപ്പം വേണുചേട്ടൻ എൻ്റെ റോൾ മോഡലായിട്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ അന്നൊക്കെ ദേവൻ്റെ കൂടെയൊക്കെ മിമിക്രി ചെയ്യാൻ പോകുമ്പോഴേ ദേവനും നിർമ്മലൊക്കെ ഒരുപാട് താരങ്ങൾ അനുകരിക്കും, ഞാനൊരൊറ്റ താരത്തെ അനുകരിക്കുള്ളൂ, അത് വേണുചേട്ടൻ. അതിനെനിക്ക് ഭയങ്കര കൈയടിയും കിട്ടും. കാരണം വേണുചേട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണോണ്ടാണ് അത്ര ഗംഭീരമായിട്ട് ആ സാധനം പുറത്തു വരുന്നത്. ഭയങ്കര കൈയടി കിട്ടും. പറയാം, അത് വേണുചേട്ടൻ പണ്ട് ഏതൊരു സിനിമയിൽ പറഞ്ഞൊരു സെന്റിമെന്റ് ഡയലോഗാണ്. കരയാൻ വേണ്ടി പറഞ്ഞതല്ല, നീ എന്താ പറഞ്ഞത്, എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്നോ, ഇതെല്ലാം ഞാൻ നിനക്ക് എഴുതി വെച്ച കത്തുകളല്ലേ, വിഷപ്പാടുകൾ വീണ് മഷിപ്പാടുകളല്ല മാഞ്ഞു കാണും, തൃപ്തിയായല്ലോ നിനക്ക്. ഒരു പ്രായം ചെന്ന നെടുമുടി പറ. അപ്പം ഇതിൻ്റെ ഒരു സന്തോഷം. വേണുചേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിലാണ്. ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. അപ്പം വേണുചേട്ടനായിട്ട് കോമ്പിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഡയറക്ടർ സലീം അഹമ്മദിൻ്റെ കാൽക്കുലെന്ന് വീണു. സാറേ, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇയാളുടെ കൂടെ അഭിനയിക്കുക, എൻ്റെ റോൾ മോഡലാണ് ഈ മനുഷ്യൻ, നിങ്ങൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞത്. അങ്ങനെ സാർ എന്നെ കൊണ്ടേ പരിചയപ്പെടുത്തി. വേണുചേട്ടാ, ഇത് വിനോദ് കോവൂർ, നല്ലൊരു നടനാണ്, അയാൾ നമ്മുടെ മറ്റേ മീൻകാരൻ്റെ വേഷം ചെയ്യുന്ന അയാളാണ്. അയാളാണോ? ശരി, ഇരിക്ക്, എന്തൊക്കെയാണ് ഇപ്പോൾ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ കാലം തൊട്ട് വന്നത് എൻ്റെ റോൾ മോഡലാണ് നിങ്ങളാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ പാട്ടുണ്ട്, സംഗീതമുണ്ട്, കവിതയുണ്ട്, അഭിനയമുണ്ട്. ആണോ? മിടിക്കാൻ. അപ്പോഴാണ് ഈ സലീം അഹമ്മദ് പറയണേ, വേണുചേട്ടനെ അനുകരിക്കും വിനോദ് നന്നായിട്ട്. എന്നാ ഒന്ന് കാണണല്ലോ. ഉടനെ ഈ സാധനം മുന്നേ നീ അനുകരിച്ച് കാണിച്ചു. ഭയങ്കര സന്തോഷമായി. അപ്പം മലയാള സിനിമ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമുക്ക് മനസ്സിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ ഇവരൊന്നും ഇല്ല എന്നുള്ളൊരു, അതായത് നെടുമുടി വേണുചേട്ടൻ, KPSC ലളിത, സുകുമാരി ചേച്ചി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അല്ലേ, അങ്ങനെ ഒരുപാട് എത്ര തിലകൻ, അനശ്വര കലാകാരന്മാരില്ല എന്നുള്ള. അപ്പം പ്രിയദർശൻ സാറെന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ അങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഇവരൊക്കെ എൻ്റെ മുന്നിൽ ബ്ലാങ്കാണ്. കാരണം ആരെ ഞാൻ കാസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു കുതിരവട്ടം പപ്പു ചേട്ടൻ അല്ലേ. അപ്പോൾ അല്ല, നമ്മൾ കോഴിക്കോടുള്ള കലാകാരന്മാരെ വെച്ച് പറയുമ്പോൾ മാമുക്കോയെ കുതിരവട്ടം പപ്പു ചേട്ടനൊക്കെ ആയിട്ട് വിനോദേട്ടന്, പിന്നെ കുതിരവട്ടം പപ്പു ചേട്ടനെ കൂടെ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം പറ്റില്ല. മാമുക്കയുടെ കൂടെ ഒരുപാട് അഭിനയിച്ചു, കുറെ ഗൾഫ് ഷോ ഒക്കെ പോയി, നല്ലൊരു ബന്ധം. പിന്നെ മാമുക്കയുടെ കൂടെ ഏറ്റവും അവസാനം അഭിനയിച്ചത് മനോരഥങ്ങളിലെ ഓളവും തീരത്തിലാണ്. ഇപ്പം ഇനി MT സാറിന്റെ അല്ലേ, നമ്മളെ തന്നെ കോഴിക്കോട്, അതും എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. പ്രിയദർശൻ സാറാണ് എനിക്ക് വിളിച്ചിട്ട് ആ പടത്തിലേക്ക് ലാലേട്ടന്റെ കൂടെ അല്ലേ, നമ്മളെ കോഴിക്കോട് തന്നെയാണ് ദുർഗ, സുരഭി ചേച്ചി, സുരഭി, എല്ലാവരും ഇല്ലേ, പുണ്യശശി, ജയരാജേട്ടൻ കോഴിക്കോട്, എല്ലാവരും ഉണ്ടാവും. നമ്മളാ മനോരഥങ്ങളുടെ ഓഡിയോ ലോഞ്ചിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതൊരു വലിയൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു വിനോദ് കോവൂരായിട്ട് ജനിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കണം. വേറെ ഒന്നും വേണ്ട. അത്രത്തോളം ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നത്, എവിടെ പോയാലും ആളുകൾ എന്നെ തിരിച്ചറിയുന്നു. ഇപ്പം ട്രെയിനിലൊക്കെ പോകുമ്പം എനിക്കൊരു മടിയില്ല. ട്രെയിനിലൊക്കെ 5 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. കാരണം കോഴിക്കോട് നിന്ന് എറണാകുളം വരെയുള്ള യാത്രയിൽ ഓരോരുത്തർ വരും, പരിചയക്കാരുണ്ടാവില്ല, അതൊക്കെ വന്നിട്ട് പല വിശേഷങ്ങളും ചോദിക്കും, ഫോട്ടോ എടുക്കും, പോവും.
ഭക്ഷണം കഴിക്കാൻ വരെ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ വരെ മറന്നുപോയ ദിവസങ്ങളുണ്ട്. അതായത് സംസാരത്തിനിടയിൽ ഞാൻ എല്ലാം കഴിഞ്ഞാൽ ടി വരും. ടി വന്നിട്ട് ഇരിക്കും ഇങ്ങനെ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് മൂപ്പരും ഫോട്ടോ നമ്മളെടുത്തിരുന്ന് സെൽഫി എടുത്തിട്ട് പോകുന്നൊരു വലിയൊരു ഭാഗ്യം. അല്ല, ജീവിതത്തിൽ അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചതും അല്ലേ? ആ ചെറുപ്പത്തിൽ അത്രയും കുട്ടികൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഈ സ്കൂളുകൾക്ക് ഉദ്ഘാടനത്തിന് പോയി കഴിഞ്ഞാലാണ് കുട്ടികളുടെ ഒരു പൾസ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ 1 മുതൽ 4 വരെ പഠിച്ച കോവൂർ സ്കൂളാണ്. ആ സ്കൂളിലെ യൂത്ത് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യാൻ ചെന്നു. എൻ്റെ സ്കൂളല്ലേ, സ്വന്തം സ്കൂള്, നമ്മൾ പഠിച്ച സ്കൂൾ. അയ്യോ, അവിടെ ചെന്നപ്പോൾ എൻ്റെ പഴയ ഓർമ്മകൾ, ഞാൻ ആദ്യമായിട്ട് റേഡിയോ സ്റ്റേഷനിൽ പോയി പാടിയ പാട്ട്, കോഴിക്കോട് ആകാശവാണി എന്നെ പാട്ട് പഠിപ്പിച്ച ടീച്ചർ, എനിക്ക് ആ സ്കൂളിൽ ഉപ്മാവ് ഉണ്ടാക്കി തന്ന ശ്രീമതി ചേച്ചി, ഇവരൊക്കെ ഓർത്ത് ഞാൻ എല്ലാം പറഞ്ഞു. അവസാനം പാട്ടൊക്കെ പാടി കുട്ടികളെ കൂടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടാണ് പോകുന്നത്. കുട്ടികളുടെ മനസ്സിൽ ഞാനും സുരഭിയൊക്കെ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ്. ശരിക്കും ടോം ആൻഡ് ജെറി ടൈപ്പ് തന്നെയാണ് അത് ശരിക്കും അല്ലേ? നമ്മൾ അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്കാ, അത് കൊടുക്കുക വാങ്ങുക, ആ സാധനമാണ്. അപ്പോൾ വിനോദേട്ടാ, ഇനി നമുക്ക് ഒരു പാട്ട് കൂടെ പാടി നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓണം സ്മൃതികൾ. പുരമുറ്റം പൂക്കളം കൊണ്ടു തിളങ്ങി പുതുകോടിയാൽ മെയ്പുളകം പുതച്ചു. പുരമുറ്റം പൂക്കളം കൊണ്ടു തിളങ്ങി പുതുകോടിയാൽ മെയ്പുളകം പുതച്ചു. വലിമനും ചെറുമനുമൊന്നാണിന്നാളിൽ ധനികൻ ദരിദ്രനെന്നിരുതരമില്ല. വലിമനും ചെറുമനുമൊന്നാണിന്നാളിൽ ധനികൻ ദരിദ്രനെന്നിരുതരമില്ല. ഓണം പൊന്നോണം തിരുവോണം പിറന്നു. ഓണം പൊന്നോണം തിരുവോണം പിറന്നു. ഓണം പൊന്നോണം തിരുവോണം പിറന്നു. ആനന്ദമാർത്തല ചിങ്ങം പിറന്നു. മാവേലി മന്നന്റെ കാലൊച്ച കേട്ടു. മാടവും മേടയും ഒന്നുപോൽ നിന്നു. ഓണം പൊന്നോണം തിരുവോണം പിറന്നു. ഓണം പൊന്നോണം തിരുവോണം പിറന്നു. അപ്പോൾ ഇനി ഒരുപാട് സിനിമകളിൽ ഞങ്ങൾക്ക് കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. കുടുംബത്തിന് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അതുപോലെ കൂടാതെ ഞങ്ങളൊരു ഓണ സമ്മാനം വിനോദേട്ടന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വിനോദേട്ടാ, ഇത് വിനോദേട്ടനും ദേവു ചേച്ചിക്കുള്ള ഞങ്ങളുടെ ചാനലിൻ്റെ വക ഞങ്ങളുടെ ഓണ സമ്മാനം. സന്തോഷം. എന്തായാലും ഒരുപാട് സന്തോഷം. എത്രയും അനശ്വരനായ അനുഗ്രഹീതനായ കലാകാരനോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. ഇനിയും ഞാൻ പറയുന്നു, വിനോദേട്ടൻ ഒരുപാട് സിനിമകളും അത്രയും പൊട്ടൻഷ്യലുള്ള നടനാണ്. ഒരുപാട് സിനിമകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.